ഫ്രാൻസിസ്, എറണാകുളം. സമയം കളയാതെ പെട്ടെന്ന് വരിക. മറിയാമ്മ ജേക്കബ്, അതിനുശേഷം എൽസ ജോസ് റെഡിയാകുക. എൻ്റെ പേര് ഫ്രാൻസിസ്, സ്ഥലം പള്ളിപ്പുറം, എറണാകുളം ഡിസ്ട്രിക്ട്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് ഫെബ്രുവരി 12-ാം തീയതിയാണ്. ഫെബ്രുവരി 12-ാം തീയതി ഇവിടെ വരാൻ കാരണം എൻ്റെ മൂത്ത മകൻ സ്ഥലം വാങ്ങിച്ച വകയിൽ കുറച്ച് കാശ് കൊടുക്കാനുണ്ടായിരുന്നത് എന്നോട് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ തൽക്കാലം ഇപ്പോൾ ഒരു താമസിച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ്, പക്ഷേ അവനത് ഇഷ്ടപ്പെടാണ്ട് എന്നോട് വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതെനിക്ക് മനസ്സിന് വലിയ പ്രയാസമുണ്ടാക്കി. ആ ഒരു വിഷയത്തിൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വന്നത്. 12-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോയി. 13-ാം തീയതി വൈകിട്ട് ഒരു 4 മണിയായപ്പോൾ മകനും ഭാര്യയും കൂടി വന്ന് എന്നോട് മാപ്പ് പറഞ്ഞ്, ഞാനത് അറിയാതെ ചെയ്തു പോയതാണ്, ഇനി ഒരിക്കലും ഞാനത് ചെയ്യൂല, അപ്പച്ചൻ്റെ കാശ് വരുമ്പോൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വന്ന് മാപ്പ് പറഞ്ഞ് സുന്ദരമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. ആ പൈസ ഞാൻ കൊടുക്കാനായിട്ട് മാതാവ് എനിക്ക് ഇടം നൽകി. അത് സ്ഥലത്തിൻ്റെ ഇടപാടുകളെല്ലാം തീർത്തു. രണ്ടാമത്തെ മകന് സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി ഞാനിവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ആ മകനും ഇപ്പോൾ സ്ഥിരമായിട്ട് മാതാവ് ഒരു ജോലി നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. മൂന്നാമത്, എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്താൽ അത് കുറേയെല്ലാം വീട്ടുവാനായിട്ട് എനിക്ക് സാധിച്ചു. നാലാമതായിട്ട്, എൻ്റെ ഭാര്യയുടെ വലത്തെ കൈ പൊക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. 5-8 മാസങ്ങൾ അങ്ങനെ തുടർന്നു പോയി. അതും മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ കൈപൊക്കി എല്ലാം ഭേദപ്പെടുത്തി തന്നു. ഇനിയും എൻ്റെ നിയോഗങ്ങൾ എല്ലാം മാതാവ് നിറവേറ്റിത്തരുമെന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളും മാതാവ് ഈശോ വഴി നൽകുമെന്നും ഉറത്ത് വിശ്വസിച്ചുകൊണ്ട് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ മകന് കൊടുത്ത അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. അദ്ദേഹത്തിന് വലിയൊരു വിഷമം ഉണ്ടായിരുന്നത്, സ്വന്തം മകൻ അല്പം സ്ഥലത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ വീട് വിട്ട് ഇറങ്ങിപ്പോയി പറഞ്ഞ വാക്ക്, ഇനി ഞാൻ ഇങ്ങോട്ട് കാലുകൂത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പിതാവിൻ്റെ ഹൃദയം മുറിഞ്ഞു. അദ്ദേഹം ഉടനെ തന്നെ ഇവിടെ കൃപാസനത്തിലേക്കാണ് വന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ നയിച്ചത് കൃപാസനത്തിലേക്കാണ്. ഇവിടെ വന്നിട്ട് ഉടമ്പടിയെടുത്ത് പിറ്റേ ദിവസം വൈകിട്ട് മകൻ തിരിച്ചു വരുന്നു, അപ്പനോട് മാപ്പ് പറയുന്നു. നോക്കണേ, അതിനുശേഷം അദ്ദേഹം തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഇവിടെ വന്ന് ഉടമ്പടിയെടുത്തപ്പോൾ ആ പണത്തിൻ്റെ ഇടപാട് തീർക്കാനും സാധിച്ച് മകനുമായി നല്ലൊരു ബന്ധം. പിന്നെ രണ്ടാമത്തെ മകന് സ്ഥിരമായൊരു ജോലി ലഭിച്ചു. ഭാര്യയുടെ വലത് കൈ 6 മാസമായിട്ട് പൊക്കുവാൻ പറ്റുന്നില്ലായിരുന്നു, അത് പൊക്കുവാൻ സാധിക്കുന്നു. അതിന് അദ്ദേഹത്തിൻ്റെ തന്നെ സാമ്പത്തിക ബാധ്യതകൾ വളരെയേറെ ഉണ്ടായിരുന്നു. ഒട്ടുമിക്കവാറും എല്ലാം ഇത് പരിശുദ്ധാമ്മയുടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതെല്ലാം നടന്നു എന്നുള്ളതാണ്. അതായത് ഫിലിപ്പിയരുടെ 4:19 പറയുന്നത്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമോ. കരങ്ങൾ ഉയർത്തി അടിച്ചെന്ന് മഹത്വപ്പെടുത്തേ. പോരെ നന്നായിട്ട് ഉയർത്തി അടിച്ചെന്ന് മഹത്വപ്പെടുത്തട്ടെ. മറിയാമ്മ ജേക്കബ്. അടുത്ത ആൾ റെഡിയാകുക. എൽസ ജോസ്. എൻ്റെ പേര് മറിയാമ്മ ജേക്കബ്. ഞാൻ ആലപ്പുഴ മണ്ണഞ്ചേരി ഇടവകയിൽ നിന്ന് വരികയാണ്. ഞാൻ ഇവിടെ ഏപ്രിൽ 26-ാം തീയതി വരികയും, പക്ഷേ ഉടമ്പടി എടുക്കാൻ മാതാവിൻ്റെ ഒരുക്കുകയായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനൊന്നുമല്ല വന്നത്, കുമ്പസാരിച്ച് കുർബാന കൈക്കൊള്ളണം, അച്ഛൻ്റെ അനുഗ്രഹം ഒന്ന് വാങ്ങിക്കണം, ഇതിന് വേണ്ടി വന്ന്. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം
ഞാൻ ഉടമ്പടി ചെയ്തത് എൻ്റെ മൂത്ത മോള് 6 വർഷമാകാറായി. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രൊമോഷൻ ഇല്ല, ശമ്പളം കൂടുതൽ കിട്ടുന്നില്ല. അങ്ങനെ വളരെ പ്രയാസത്തോടെ എന്നോട് പറഞ്ഞു, മോൾ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത് ഉടമ്പടിയിൽ എഴുതിയിരുന്നു. അതനുസരിച്ച് മാതാവ് ജൂൺ 1-ാം തീയതി മുതൽ മോൾക്ക് ഉയർന്ന ജോലിയും ഉയർന്ന ശമ്പളവും വാങ്ങിച്ചു കൊടുത്ത് അനുഗ്രഹിച്ചു. അതിനിങ്ങനെ 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ മോളുടെ കുട്ടി വിദ്യാഭ്യാസത്തിൽ വളരെ പുറകോട്ടാണ്. 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എങ്കിലും അവൾക്ക് മാർക്കെല്ലാം വളരെ കുറവാണെന്നും പറഞ്ഞ് വളരെ സങ്കടം പറഞ്ഞു. അതനുസരിച്ച് ഞാൻ മാതാവിന് ഉടമ്പടികൾ സമർപ്പിച്ചിരുന്നു. അത് മോൾക്ക് പരീക്ഷയിൽ ഉന്നത മാർക്കും ഉന്നത വിജയവും നൽകി അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ എൻ്റെ മാതാവിൻ്റെ സന്നിധിയിൽ എന്ത് ആവശ്യപ്പെട്ടാലും മാതാവ്, ഞാനിവിടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുമ്പോൾ അതെല്ലാം മാതാവ് സാധിച്ചു തരുന്നുണ്ട്. മാതാവും അവിടുന്ന് ഞാൻ എൻ്റെ ഒരു അനുജത്തിക്ക് സുഖമില്ലാതെ മൂത്രത്തിൽ പഴുപ്പ് എപ്പോഴും, അതിന് സ്ഥിരം മരുന്ന് കഴിച്ചിട്ടും കുറവില്ല. അങ്ങനെ മോള് ഭയങ്കര വേറെ വിഷമിച്ചു. ഇത് കൂടി പനി ഉണ്ടാകുന്നു, കുളിരുണ്ടാകുന്ന, ആകെ വിഷമമായി. എൻ്റെ അടുക്ക വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുക്ക പ്രാർത്ഥിക്കാം. ഞാനിവിടെ പറഞ്ഞു ഇന്ന പോലെ മോളുടെ അവസ്ഥകളെല്ലാം പറഞ്ഞു. മോൾ ഇരുന്ന് നിരങ്ങുന്നൊരു കുട്ടിയാണ്, ഇത്ര 60-ാം വയസ്സാണ്, ഇടത് കൈയുടെ സ്വാധീനത്തിൽ ജീവിക്കുന്ന കുട്ടിയാണ്, അമ്മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അത് പറഞ്ഞപ്പോൾ തന്നെ ആ സഹോദരി പറയുകയാണ്, മാതാവെല്ലാം കേട്ടു, അവിടുന്ന് സൗഖ്യം നൽകും, അനുഗ്രഹിക്കും, വിഷമിക്കേണ്ട. എൻ്റെ സഹോദരിക്ക് ഇപ്പോൾ വളരെ സൗഖ്യമുണ്ട്. ഇപ്പോഴീ വെള്ളപ്പൊക്കത്തിൽ പോലും എപ്പോഴും കുളിരുണ്ടാകുന്ന മോളാണ്. അമ്മൾക്ക് പനിയും ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞു, കുളിരൊന്നും ഇല്ലെന്ന് പറഞ്ഞു. മാതാവ് തന്ന് അനുഗ്രഹമാണ്. കൂടാതെ എൻ്റെ ഇളയ മോള് ദുബായിൽ നേഴ്സായിട്ട് ജോലി നോക്കുകയാണ്. എങ്കിലും മോൾക്ക് 1 മാസമായി ബ്ലീഡിങ് ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് മാറുന്നില്ല. മോക്കാണെങ്കിൽ മെൻസസ് കറക്റ്റായിട്ട് വരുത്തില്ല. 6 വർഷമായിട്ട് കുട്ടികളില്ല. ഇങ്ങനെ ആകെ ആകുലതയിലാണ്. മോളിങ്ങനെ എൻ്റെ അടുത്ത് 1 മാസമായപ്പോഴാണ് വിളിച്ചു പറയുന്നത്, ഇന്ന പോലെ എനിക്ക് സുഖമില്ല അമ്മച്ചി, ഡോക്ടറെ കണ്ടില്ല. ഞാൻ മാതാവിൻ്റെ അടുക്ക പറഞ്ഞു, മാതാവേ മോളുടെ അടുക്ക ചെല്ലണം, മോളെ അവിടെ സൗഖ്യപ്പെടുത്തണം. മോളങ്ങനെ തന്നെ ഡോക്ടറുടെ അടുക്ക ചെന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടർ മരുന്ന് കൊടുത്തു. അപ്പോൾ സൗഖ്യം കൊടുത്തു. അപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ മോൾക്ക് ഓവറിൽ എപ്പോഴും കുരുക്കളിങ്ങനെ ഉണ്ടാകും. അപ്പോൾ മോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സംശയമാണ്, ഇനി എന്താണോ. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരു കുഴപ്പവുമില്ല, ഓവറിലൊരു കുരുക്കളുമില്ല, ഗർഭപാത്രത്തിനൊരു കുഴപ്പമില്ല. പിന്നെ കുറച്ച് മരുന്നുകൾ കഴിക്കാനായിട്ട് ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മോൾക്ക്. പിന്നെ കൂടാതെ എൻ്റെ നാത്തൂൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എനിക്കിങ്ങനെ ഭയങ്കര വയറുവേദനയാണ്, വയറുവേദന കൊണ്ട് വയ്യ, എനിക്കതുകൊണ്ട് ഒട്ടും വയ്യെന്ന് പറഞ്ഞു. അങ്ങനെ ആശുപത്രിയിൽ കിടത്താനായിട്ട് അവർ 2 പേരും കൂടെ, ഭാര്യയും ഭർത്താവും കൂടി പോയി. അവിടെ കിടന്നു മരുന്നിങ്ങനെ മരുന്ന് കഴിച്ചെങ്കിലും കുറവുണ്ട്. അപ്പോഴത്തേക്കും അവർ പറയുന്നു സ്കാൻ ചെയ്യണം, ഇതെന്തെങ്കിലും കുഴപ്പമാണോ, പിന്നെ അത് ബയോപ്സി ചെയ്യണം. എൻ്റെ നാത്തൂൻ എന്നെ വിളിച്ചു പറഞ്ഞിട്ട്, എനിക്ക് ക്യാൻസറാണോ, എനിക്ക് പേടിയാകുന്നു മരിക്കാനെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും ഇവിടെ ഞാൻ മാതാവിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു പറഞ്ഞു. പക്ഷേ സഹോദരങ്ങൾ പറഞ്ഞു, അപ്പോഴും പറയുന്ന മാതാവ് കേട്ടു, വിഷമിക്കണ്ട, ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അതനുസരിച്ച് എൻ്റെ നാത്തൂന് സ്കാൻ ചെയ്ത് ഇത് 2 പ്രാവശ്യം ബയോപ്സി ചെയ്തു, എല്ലാം ചെയ്തിട്ട് യാതൊരു കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കെല്ലാം സൗഖ്യവും തന്നു എന്ന് പറഞ്ഞ് ഞാൻ മാതാവ് ചെയ്ത അനുഗ്രഹമാണ്. അങ്ങനെ എനിക്കാണെങ്കിലും മാതാവിൻ്റെ സന്നിധിയിൽ വരാൻ ഒത്തിരി തടസ്സങ്ങളായിരുന്നു. പക്ഷേ മാതാവിൻ്റെ മാടി പിടിച്ചുകൊണ്ട് വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. 2 പ്രാവശ്യം വന്നപ്പോഴത്തേക്കും അച്ഛനും പറഞ്ഞു, പിന്നെ സിസ്റ്റേഴ്സും പറഞ്ഞു, ഇത് പിന്നെ ഇവിടെ ഉടമ്പടി എടുക്കണമെന്ന്. പക്ഷേ ഉടമ്പടി അന്നൊന്നും എടുത്തില്ല. ഞാൻ കുമ്പസാരിച്ച് കുർബാന കൈക്കൊണ്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഉടമ്പടി എടുത്തിട്ടുണ്ടോ? ഉടമ്പടി എടുത്ത് അപ്പോൾ അതിന് മുൻപായിട്ട് കുമ്പസാരിച്ച് കുർബാനയൊക്കെ കൈക്കൊണ്ട് ഈ സഹോദരിക്ക് കിട്ടിയത് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ്, ഒത്തിരിയേറെ കൃപകളാണ്. നോക്കണേ, ആദ്യമേ തൻ്റെ മകളുടെ പ്രൊമോഷൻ ശരിയാകുന്നില്ല, അതുപോലെ തന്നെ ശമ്പളം ലഭിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയെടുത്ത് അവർക്ക് അത് ലഭിച്ചു. അതുപോലെ തന്നെ മറ്റ് രോഗങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞ് ഒരുപാട് വാരിക്കൊരിഞ്ഞ ഒത്തിരിയേറെ കണ്ണുനീരോടുകൂടിയാണ് ഈ സഹോദരി ഇവിടെ വന്നത്. അതാണ് ജെറമ്യായുടെ 31:9 പറയുന്നത്, കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന്. കരങ്ങൾ ഉയർത്തി അടിച്ചെന്ന് മഹത്വപ്പെടുത്തട്ടെ.
എൽസ ജോസ്. അടുത്ത ആള് ഗോഡ്ഫ്രീ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് എൽസ. ഞാനൊരു നേഴ്സാണ്. അങ്കമാലിയിൽ നിന്നാണ് വരുന്നത്. ആദ്യം തന്നെ ഞാൻ മാതാവിനോട് മാപ്പ് പറഞ്ഞാണ് തുടങ്ങുന്നത്. കാരണം ഒരു മാസം മുമ്പ് ഈ കൃപാസനത്തിൻ്റെ ഈ പേപ്പർ ആ പേപ്പർ കൈ കിട്ടിയപ്പോൾ ഞാൻ ആദ്യം വലിയ കാര്യമായത് സ്വീകരിച്ചില്ല. അപ്പോൾ ഉടമ്പടി എന്നുള്ളതൊന്നും എനിക്ക് അത്ര കാര്യമായിട്ടും എൻ്റെ മനസ്സിൽ കത്തിയൊന്നുമില്ല. അപ്പം ഞാനത് ആ കുട്ടി തന്നത് എൻ്റെ ബാഗിൽ വെച്ചു. ഞാനത് തുറന്നു നോക്കിയൊന്നുമില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം ഭയങ്കര പ്രശ്നങ്ങൾ എനിക്ക് വന്നു. ഇപ്പം ഞാൻ ഒരു മാസത്തിൻ്റെ അവസാനം, അതായത് ഓഗസ്റ്റ് മാസത്തിൻ്റെ അവസാനം ഞാനിങ്ങനെ ചിന്തിച്ചു, ഇതെന്താ ഇങ്ങനെ എൻ്റെ പ്രോസസ്സിങ് ഒക്കെ. ഞാൻ അയർലൻഡിലേക്ക് പോകാനായിട്ട് പ്രോസസ്സിങ് നടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു പേപ്പർ 1 മന്തായിട്ട് ഡിലേ ആണ്. അപ്പം ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരണം എന്ന് ഒരു കാരണവശാലും ഞാൻ ചിന്തിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ കണ്ടു. അപ്പോൾ അതിന് ഞാൻ നെറ്റിലിട്ട് കഴിഞ്ഞപ്പോൾ ഉടമ്പടി പ്രാർത്ഥന 5:30 നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥന ആരും പറയാതെ ഞാൻ വെറുതെ ഡൗൺലോഡ് ചെയ്ത് ഒരു 3 ദിവസം 5:30 എനിക്ക് ഞാൻ ചൊല്ലി തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ ശേഷം എനിക്ക് ആരോട് സംസാരിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. വീട്ടിൽ പപ്പയൊക്കെ വന്ന് അവരോടൊന്നും മിണ്ടാതെ, അത്രയും മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പത്രം എടുത്ത് എൻ്റെ മുഖം മറിച്ച് ഞാൻ വായിക്കുന്ന രീതിയിൽ നിന്നപ്പോൾ, പക്ഷെ ഞാൻ കയ്യിലെടുത്തത് ഈ കൃപാസനത്തിൻ്റെ പേപ്പറായിരുന്നു. അപ്പോൾ അതിനകത്ത് എടുത്ത പേജ് കൃപാസനത്തിലേക്കുള്ള വഴിയെന്നായിരുന്നു. അപ്പം ഞാൻ എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് പോയേക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്? അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു പേപ്പർ ഡിലേ ആയിരുന്നു, എന്തിനു വേണ്ടിയിട്ടുള്ള? അയർലൻഡിലെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടുണ്ടായില്ല, ഒരു മാസമായിട്ട് ഡിലേ ആയിരുന്നു. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് എഴുതി വെച്ചു, അമ്മ എനിക്ക് ഈ പേപ്പർ തരണം, അതുപോലെ തന്നെ എൻ്റെ വിസയുടെ കാര്യവും ശരിയാക്കി തരണം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, അയർലൻഡിലേക്ക് തന്നെയാണോ പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ അയർലൻഡിൽ തന്നെയാണ് പോകണമെന്ന് അമ്മ ആഗ്രഹിക്കണമെങ്കിൽ ഇന്ന് വൈകിട്ട് ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് എനിക്ക് ഈ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഞാൻ വിശ്വസിച്ചു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ടെങ്കിലും നെറ്റ് ജാമാണ്, കിട്ടുന്നുണ്ടായില്ല. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത അതേ സമയം തന്നെ എൻ്റെ എംപ്ലോയർ എന്നെ വിളിച്ചു പറഞ്ഞു, നിൻ്റെ പേപ്പർ വന്നിട്ടുണ്ട്, എറ്റിപ്പിക്കൽ വർക്ക് പെർമിറ്റ് വന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അത് 1 മന്തായിട്ട് ഡിലേ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമായി. ഉടനെ തന്നെ എൻ്റെ പപ്പായ്ക്കും ഇതുപോലെ കുറച്ച് ജോലിയുടെ കാര്യത്തിൽ പ്രശ്നമായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ പപ്പായും ഒരു താൽക്കാലിക ജോലിയും പപ്പയ്ക്ക് കിട്ടി. പിറ്റേ ദിവസം എനിക്ക് വിസയ്ക്ക് വെക്കണം. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനിയൊരു 3-4 ദിവസം കൂടെ വെക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എത്രയും പെട്ടെന്ന് ആക്കി തരുവാണെങ്കിൽ നല്ലതായിരുന്നു. ഉടനെ തന്നെ ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് വിസയ്ക്ക് വരികയും ചെയ്തു. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങളും അതിൻ്റെ നമ്പർ വൈസ് തന്നെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ എന്ത് എഴുതിയോ അതിൻ്റെ നമ്പർ വൈസ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ശക്തിയുണ്ട്. ഞാൻ അമ്മയെ ഒരുപാട് വിശ്വസിക്കുന്നു. ഞാൻ എഴുതിയ കാര്യങ്ങളെല്ലാം നടക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മകളെന്ന് പറയുന്നത് അയർലൻഡിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ ശരിയാകുന്നില്ല, അത് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് അന്ന് തന്നെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് അന്ന് തന്നെ പേപ്പർ ലഭിച്ചു. പിറ്റേ ദിവസം അത് വിസയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ പേപ്പറുകളും റെഡിയാക്കി അയക്കുകയും ചെയ്തു. എത്ര വലിയ അനുഗ്രഹമാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്. അതായത് 145 സങ്കീർത്തനം 145:18 തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപൂർവ്വം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കരകൾ ഉയർത്തി അടിച്ചെന്ന് മഹത്വപ്പെടുത്തട്ടെ. അടുത്ത ആൾ ഗോഡ്ഫ്രീ. അതിൻ്റെ അടുത്ത ആൾ മേഴ്സി ജോയിച്ചൻ. ഹലോ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഗോഡ്ഫ്രീ. ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു. എനിക്ക് വിദേശത്തായിരുന്നു ജോലി. ഈ 3 വർഷമായിട്ട് ഞാൻ നാട്ടിൽ തന്നെയുണ്ട്. വിദേശത്തെ ജോലി വിസ തീർന്നു വന്നിട്ട് 3 വർഷമായി നാട്ടിൽ തന്നെയാണ്. പല ജോലികൾക്കും ഞാനിവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. വിദേശത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഒന്നും ശരിയാകുന്നില്ല. വയസ്സ് ഓവറായി എന്നുള്ള ഒരു കാരണം പറഞ്ഞാണ് എനിക്ക് ജോലി നിഷേധിക്കുന്നത്. ഇപ്പോൾ എനിക്ക് 52 വയസ്സുണ്ട്. അപ്പോൾ 45 വയസ്സിൽ മേളിലാരും ജോലിക്ക് അവിടേക്ക് എടുക്കുന്നില്ല. അതാണ്
കാരണം. അപ്പം ഞാൻ ഈ പല പല ഇൻ്റർവ്യൂകളും അറ്റൻഡ് ചെയ്താലും എല്ലാവരും ഇൻ്റർവ്യൂവിൽ പാസ്സായി ഞാൻ വരുന്നുണ്ട്. പക്ഷേ അവസാനം ഏജ് നോക്കുമ്പോൾ അത് മാറിപ്പോവുകയാണ്. അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി. അപ്പോൾ അവർ വിസ തരാമെന്ന് പറഞ്ഞു കുവൈറ്റിലേക്ക്. അങ്ങനെ ആ വിസ റെഡിയായി ഇവിടെ വന്നു. മെഡിക്കൽ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ എൻ്റെ മെഡിക്കൽ എടുക്കുമ്പോൾ എൻ്റെ ഇടത്ത് ഭാഗത്തെ ലെൻസിൽ പൊടി പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ മെഡിക്കൽ റിജക്റ്റ് ചെയ്തു. അങ്ങനെ റിജക്റ്റ് ചെയ്തപ്പോൾ ഞാൻ വീട്ടിൽ വന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അതിന് മുൻപ് തന്നെ ഓരോ ഇൻ്റർവ്യൂവിനും പോകുമ്പോൾ തന്നെ വീട്ടുകാരും വൈഫും എല്ലാവരും പറയും കൃപാസനത്തിലൊന്ന് പോയി പ്രാർത്ഥിക്കാം, എല്ലാം ശരിയാവും. അപ്പം ഞാൻ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അവരെ അതിൽ നിന്ന് മാറ്റി എനിക്കിവിടെ വരാതിരിക്കാനുള്ള അടവുകൾ എടുത്തുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അപ്പോൾ ഈ മെഡിക്കൽ അൺഫിറ്റായതിന് ശേഷം എനിക്കും മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ ഞാൻ പോകാമെന്ന് തീരുമാനിക്കുകയും ഈ കഴിഞ്ഞ ജൂലൈ 27 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും എന്നിട്ട് 21 ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്ത മെഡിക്കൽ എടുക്കാൻ പോവുകയും ചെയ്തു. അപ്പോൾ ആ മെഡിക്കൽ എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് ഒഴിച്ച് തൈലം എൻ്റെ നെഞ്ചത്ത് പുരട്ടുകയും പേപ്പർ നെഞ്ചത്തോട് വെച്ച് കിടന്ന് ഉറങ്ങുകയും എല്ലാം ചെയ്തു. അങ്ങനെ ഞാൻ പോയി മെഡിക്കൽ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല, മെഡിക്കൽ ഫിറ്റാണ്. ആ മെഡിക്കലും എൻ്റെ പാസ്പോർട്ടും എല്ലാം കൂടെ അയച്ചു. ഇപ്പോൾ അത് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഡൽഹിയിലെ അവരുടെ ഇതിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ മാസം 10-ാം തീയതി വരും, വന്ന് ടിക്കറ്റ് എടുത്ത് കയറി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ്. ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. അടുത്തത്, ഞാൻ 22 വർഷമായിട്ട് മദ്യപിക്കുമായിരുന്നു. അത് വീട്ടുകാരറിഞ്ഞും അറിയാതെയുമൊക്കെ ഞാൻ മദ്യപിക്കുമായിരുന്നു. അങ്ങനെ കുറച്ചേ ഉള്ളായിരുന്നു. പക്ഷേ ഈ 3 വർഷമായി നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ജോലി കിട്ടാതിരിക്കുന്നതും വയസ്സ് ഓവറായി എന്നുള്ള ടെൻഷൻ കാരണം ഞാൻ ഓവർ മദ്യപിക്കുമായിരുന്നു. ഓവറെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കും വരെ കൈയൊക്കെ വിറയ്ക്കുമായിരുന്നു. ആ രീതി വരെ, സ്റ്റേജ് വരെ എത്തി. ഈ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് പോയി വീട്ടിൽ പോയി എന്തുവായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എനിക്ക് ആ ടെൻഷൻ വരും, മദ്യപിക്കണമെന്നുള്ള ടെൻഷൻ. ആ ടെൻഷൻ ഇപ്പോൾ ജൂലൈ 27 തീയതി തൊട്ട് ഇതേ സമയം വരെ എനിക്ക് അങ്ങനെ ഒരു ചിന്തയെ വന്നിട്ടില്ല. അത് മാതാവിൻ്റെ അനുഗ്രഹമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. യേശുവേ നന്ദി, അമ്മയെ നന്ദി. ഇപ്പോഴും മദ്യം കണ്ടാൽ എങ്ങനെയാണ്? അല്പം കുടിക്കണമെന്ന് തോന്നുമോ? ആരെങ്കിലും ഇപ്പം പോകുന്ന വഴി വിളിച്ച് തന്നാൽ എന്ന് വെറുതെ ആ ഒരു വിചാരം എനിക്കില്ല. എന്നുവെച്ചാൽ ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്നത് ബാറിൻ്റെയും ബീവറേജിൻ്റെയൊക്കെ മുമ്പിൽ കൂടെയായിരുന്നു. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ അവിടെ ആ വഴിക്ക് പോകുമ്പോൾ അവിടെ കയറാതെ ഞാൻ വരികയില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് ആ ഒരു ചിന്തയെ എനിക്ക് തരുന്നില്ല. എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് അത്ഭുതം. ഈ സഹോദരന് കൊടുത്ത അനുഗ്രഹങ്ങൾ നോക്കണേ. 52 വയസ്സ്, അതിന് ഇപ്പോൾ വിദേശത്ത് ജോലി കിട്ടത്തില്ല. പക്ഷേ എങ്കിലും ദൈവം അവിടെ അറിഞ്ഞ് പ്രവർത്തിച്ചു. അതിനു മുൻപ് ഈ മകന് ഒരു പൂപ്പൽ കണക്ക് അല്ലേ, പിന്നെ ഞരമ്പിന് അല്ലേ, ഇവിടെ ഹാർട്ടിന് മുകളിലായിട്ട് അല്ലേ, അവിടെ ഒരു പൂപ്പൽ കണക്ക് പരിശോധന എടുക്കേണ്ടത്. അപ്പം പക്ഷേ ഇതെന്ന് പറയുന്നത് ദൈവത്തിന് ഈ മകൻ്റെ ആത്മാവിനെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പം ഈ മകനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവന് ഈ ഒരു രോഗം കൊടുത്ത്, അപ്പോഴാണ് ആലോചിച്ച് 52 വയസ്സ് കഴിഞ്ഞ് എനിക്കിപ്പോൾ രോഗമായി, ഞാനാണ് ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന സ്വഭാവം, മദ്യപിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കെന്ന് പറഞ്ഞ ആ മകൻ്റെ ഇത് ഞാൻ കണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം കൊടുത്ത്, പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അടുത്ത ദിവസം തന്നെ ഈ മദ്യപാനത്തിൻ്റെ പരിപാടിയൊക്കെ നിർത്തി പ്രതിജ്ഞ എടുത്ത് അത് തീർന്നു. അത് ഇന്നും തുടരുന്നു. അത് കർത്താവ് എടുത്ത് മാറ്റും. മാത്രമല്ല മറ്റ് രോഗവും കർത്താവ് എടുത്ത് മാറ്റും. നോക്കിക്കേ, വളരെ അസാധ്യമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് ലൂക്കായുടെ 1:37 പറയുന്നത്. കർത്താവിനൊന്നും അസാധ്യമല്ല. കരങ്ങൾ ഉയർത്തിയടിച്ചെന്ന് മഹത്വപ്പെടുത്തട്ടെ. ശക്തമായി ഒന്നുകൂടി എന്നടിച്ച് മഹത്വപ്പെടട്ടെ. അടുത്ത ആൾ വരിക, മേഴ്സി ജോയിച്ചൻ. പോളി സ്റ്റീഫൻ റെഡിയായി നിൽക്കുക. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞാൻ നവംബർ 22 തീയതി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു.
എനിക്ക് 30 വർഷമായി നടുവ് വേദനയായിട്ട് കൃപാസനത്തിൽ വന്ന് ഉപവാസ പ്രാർത്ഥന എല്ലാം നടത്തി പ്രാർത്ഥിച്ചു പോയി. ഇന്ന് അതിൻ്റെ കാരണം എന്തെന്ന് എനിക്ക് മനസ്സിലാക്കി തരുവാൻ മാതാവിനോടും ഈശോയോടും ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ നടുവേദന ഉണ്ടായതിൻ്റെ കാരണം ഒന്ന് മാറ്റി തരുവാനായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഈ നിമിഷം വരെ നടുവേദന എന്തെന്ന് എനിക്കറിയത്തില്ല. ഈശോയോടും തിരുക്കുമാരനോടും ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മകനെ തൈറോയിഡിൻ്റെ അസുഖം 2 മാസം മുമ്പേ ഉണ്ടായിരുന്നു. അത് അന്ന് 50 പോയിൻ്റ് ആയിരുന്നു, ഇന്ന് 7 നിൽക്കുക, മാറിക്കിട്ടി. പിന്നെ എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് പണമില്ലാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ഒരു മിലിറ്ററി റിട്ടയർഡായിരുന്നു. ആ പുള്ളിക്ക് കിട്ടേണ്ട പണം കിട്ടാതെ വന്നു. അത് ആർക്കും കിട്ടാഞ്ഞ പണമായിരുന്നു. കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിവിടെ ഉടമ്പടിയിൽ ആ നിയോഗം വെച്ചു. എന്നിട്ട് വേറെ ആർക്കും ആ പണം കിട്ടിയില്ല, ഞങ്ങൾക്ക് മാത്രം ആ പണം കിട്ടി. വീടിൻ്റെ പണി പൂർത്തിയാക്കുകയും ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ സഹോദരൻ്റെ മകൻ്റെ ഭാര്യ 6 മാസം പ്രഗ്നൻ്റ് ആയിട്ട് ഒരു രോഗിയായ ഒരു കുഞ്ഞിന് ജന്മം നൽകി. അത് തലച്ചോറിന് ക്ഷതമേറ്റ കുഞ്ഞായിരുന്നു. അതിനെ കിട്ടുകയില്ലെന്നും പറഞ്ഞ് എല്ലാവരും, ഡോക്ടർമാർ എല്ലാവരും കൈമാറി. എങ്കിലും അതിന് ഇന്ന് 6 മാസമായി യാതൊരു കുഴപ്പവുമില്ലാതെ ഇരിക്കുന്നു, ഒരു രോഗവുമില്ലാതിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. എനിക്ക് എൻ്റെ വൻകുടലിന് ചലനം കുറഞ്ഞ ഒരാളാണ് ഞാൻ. ഈശോയെ നന്ദി, യേശുവേ നന്ദി. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ മകൾക്ക് വാരിക്കോരിയാണ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കർത്താവ് കൊടുത്തത്. ആ ഒത്തിരിയേറെ കാര്യങ്ങൾ അതെല്ലാം നമ്മൾ അക്കവിട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞ്. ഇനി എന്ന് പറയുന്നത് ആ മകൾക്ക് എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പോയി. അത് കേട്ടപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടതല്ലേ? പ്രാർത്ഥിക്കണം. അതുകൊണ്ടെന്ന് പറയുന്നത് അത് സങ്കീർത്തനം 30:2 പറയുന്നു, ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. ആ വിശ്വാസത്തോടുകൂടി നമുക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മകളെ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, സ്തോത്രം കർത്താവേ, ആരാധന കർത്താവേ, മഹത്വം. മേഴ്സി ജോയിച്ചനടുത്തത് പോളി സ്റ്റീഫൻ വരിക. അടുത്ത സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൗണ്ടറിൽ കയറുന്ന ഗേറ്റിൻ്റെ അവിടെ തന്നെ സാക്ഷ്യം എഴുതിക്കുന്ന സ്ഥലമുണ്ട്. ദയവ് ചെയ്ത് അവിടെ പോയി സാക്ഷ്യം എഴുതി കൊടുത്തിട്ട് സാക്ഷ്യം പറയുക. ഈ പറയുന്ന ആൾക്കാർ കൂടെ ഒന്ന് ശ്രദ്ധിച്ച് സാക്ഷ്യത്തിനായി ഇവിടെ റെഡിയായി നിൽക്കേണ്ടതാണ്. സൂസമ്മ സെബാസ്റ്റ്യൻ, ചേർത്തല, MD ഗിൽബർട്ട്, പൂങ്കാവ്, ജ്യോതിഷ് ജോൺസൺ, പുതുവൈപ്പ്, മിസ്റ്റർ മാത്യു KK, മണ്ണാർക്കാട്, അൽഫോൺസിയ ജോർജ്, പുത്തൻതോപ്പ്, ചിന്നമ്മ ജോസ്, കോട്ടയം, ഷീജ ജോബൻ ഇടപ്പള്ളി, ലൈസാമ ജോസഫ് ആതിരപ്പുഴ. ഇവർ റെഡിയായി നിൽക്കണം. അടുത്ത സാക്ഷ്യം നമുക്ക് കേൾക്കാം. യേശുവേ നന്ദി. ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് ഈ പരിശുദ്ധാമ്മയുടെ ആൾത്താരയിൽ കയറി നിൽക്കുന്നത്. അമ്മ ഒത്തിരിയേറെ എന്നെ അനുഗ്രഹിക്കുന്നുണ്ടെന്നുള്ള തെളിവാണ്. ഞാൻ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഉടമ്പടി എടുത്തത്. എന്നാൽ ഉടമ്പടി സംബന്ധമായ ഒരു പ്രാർത്ഥന ആവശ്യമല്ല എനിക്ക് മാതാവ് തന്നുകൊണ്ടിരിക്കുന്നതെന്ന് എൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എൻ്റെ കാലിന് കഴിഞ്ഞ 5-6 വർഷമായി ഒരു കാലിന് 5-6 മാസങ്ങളായി കാല് ഭയങ്കര നീരും വേദനമായി ഞാൻ ഡോക്ടറെ കാണുകയും മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല.
ഇവിടെ ഇപ്പോൾ എന്നെ ശ്രവിക്കുന്ന ചില ആളുകൾക്ക് എന്നെ മനസ്സിലാകും. കാരണം ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പലരും എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വണ്ടിയിൽ കയറുവാനോ ഒന്നും സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. എന്നാൽ ഞാൻ ഒരു ദിവസം പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, കൃപാസനം പത്രം ആ മുട്ടുകാലിൽ വെച്ച് ചുറ്റുക. ഒരു 3 ദിവസം അടുപ്പിച്ച് ഞാനത് ചുറ്റി പ്രാർത്ഥിക്കുകയുണ്ടായി. ഉടനെ തന്നെ ആ വേദന അല്പം കുറഞ്ഞെങ്കിലും നീര് മുട്ടിന് മേൽപോട്ട് കയറി ഇങ്ങനെ ഇതായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസത്തെ കൈവിടിയാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ നീരും കാണുന്നില്ല, ആ വേദനയും പിന്നീട് എനിക്കുണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോൾ മുട്ടിൽ നിന്ന് പ്രാർത്ഥന ചെല്ലുകയും അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ വണ്ടിയിൽ കയറുമ്പോഴാണെങ്കിലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. യേശുവിന് 1000 നന്ദി. അടുത്തത്, ഞങ്ങളൊരു പുതിയ വീട് അരൂരാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ വാങ്ങിക്കുകയുണ്ടായി. എന്നാൽ ഞങ്ങൾ അതിൻ്റെ മേളിൽ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് തുണികളെല്ലാം അലക്കി വിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുകയുണ്ടായി. എന്നാൽ അവിടെ ഈ ഇത് കെട്ടിയതിന് ശേഷം കിളികളും കാക്കകളും ഒക്കെ വന്നിരുന്ന് എപ്പോഴും വൃത്തികേടാക്കുകയും തുണിയൊന്നും അലക്കി പിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം എനിക്ക് വളരെ വിഷമം തോന്നി. ഞാൻ പലതും ചെയ്തു നോക്കി. അവിടെ 2 വശവും ഷീറ്റ് വലിച്ച് കെട്ടി നോക്കി, പടക്കം പൊട്ടിച്ച് നോക്കി, എന്നിട്ടൊന്നും ഇത് പോകുന്നില്ല. ലാസ്റ്റ് ഇതുപോലെ തന്നെ എനിക്ക് മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചു, നീ ആ പത്രം കൊണ്ടുപോയി അവിടെ കെട്ടിവെക്കാം. എനിക്ക് അന്നേരം എൻ്റെ കൈവശം കിട്ടിയത് ഒരു പൈപ്പിൻ്റെ കഷ്ണമാണ്. ഞാനപ്പോൾ അതെടുത്തിട്ട് പത്രം ചുറ്റി വെറുതെ അവിടെ കൊണ്ട് ചാരി വെക്കുകയാണ് ഉണ്ടായത്. ഇന്നത്തേക്ക് അത് 4 മാസം കഴിഞ്ഞു. ആ പത്രം ചുറ്റിയ ഇതിനിടയിൽ കാറ്റും മഴയും എല്ലാം വന്നു. പക്ഷേ ആ കെട്ടിയ ഷീറ്റെല്ലാം കഴിഞ്ഞ മഴയത്തും കാറ്റിനൊക്കെ പൊട്ടിപ്പോയി. എന്നാൽ ഇത് വെറുതെ ചാരി വെച്ചിരിക്കുന്നത് മാത്രമാണ് ചെയ്തത്. ഇത് യാതൊരു ഇതിലും വീഴാതെ അത് അവിടെ തന്നെ നിൽക്കുകയും ഇന്ന് വരെ ഒരു കിളിയോ കാക്കയോ ഒന്നും അതിൽ കയറുകയോ ഇടവന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ അത് സാക്ഷ്യം പറയുകയാണ്. അതിന് മാതാവിന് 1000 നന്ദി. 3ാമത്തെ സാക്ഷ്യം, എൻ്റെ മകൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം അവൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും എപ്പോഴും പോനോ എന്ന് പറയുമായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോഴേക്കും അവൻ ശമ്പളമൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് എന്നും പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഈ അവസരത്തിൽ ഇവൻ നാട്ടിൽ വന്നിട്ട് പറഞ്ഞു, 1 വർഷം വരെ അവൻ അവിടെ പിടിച്ചു നിന്നു. എന്നിട്ട് നാട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്കിനി ഞാൻ പോകത്തില്ല, കാരണം എനിക്ക് ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ ആ കമ്പനി, അവനെ കൊണ്ടുപോയ കമ്പനി 3 വർഷത്തേക്കാണ് വിസ അവന് നൽകിയിരുന്നത്. എന്നാൽ തിരിച്ചു ചെന്നില്ല എങ്കിൽ ഈ വിസ അവർ റിജക്റ്റ് ചെയ്യത്തില്ല. അതിന് നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കണം. അതുകൊണ്ട് ഇവൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് തന്നെ പറഞ്ഞു. അപ്പം ഞാൻ പോകണ കാര്യം പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞില്ല, ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ ജോലി നോക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ തിരിച്ചൊന്നും പറയാതെ മാതാവിനോട് പ്രാർത്ഥിക്കുകയും അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് 3 മാസങ്ങൾക്ക് ശേഷം അച്ഛനെ കാണേണ്ട ഒരു സന്ദർഭം എനിക്കുണ്ടായി. അപ്പം ഞാൻ അച്ഛനോട് വന്ന് പറഞ്ഞു, അച്ഛൻ ഇന്ന പോലെ പ്രശ്നമുണ്ട്, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ലേ, നഷ്ടപരിഹാരം അവർ ചോദിക്കുന്നതൊന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ഇപ്പോൾ ഒരു വീടൊക്കെ വാങ്ങിച്ച് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ് അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അവൻ പോയിരിക്കും. ഇത്ര അച്ഛൻ പറഞ്ഞുള്ളൂ, അല്ലാതെ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ പോയിരിക്കും എന്ന് പറഞ്ഞു. അവൻ്റെ ഒരു കാശിരൂപം വന്നിട്ട് അവൻ്റെ കൈവശം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് തലേണിടയിൽ വെക്കാൻ പറഞ്ഞു, വെച്ചു. അതിന് പോയതിന് ശേഷം ഞാൻ തിരിച്ച് കൊടുക്കുകയും ചെയ്തു. അവൻ അതും കൊണ്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് അമ്മ കൃപാസന മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയിട്ട് ആ ജോലി കിട്ടാനായിട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആ കാശിരം കയ്യിൽ പിടിച്ചുകൊണ്ട് നീ ധൈര്യമായിട്ട് പോക്കുക, നിൻ്റെ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ നീ എന്നെ വിളിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ ശമ്പളമൊന്നും പറഞ്ഞില്ല, സെലക്റ്റായെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാനിവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന് പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ നിരന്തരം അവൻ്റെ കോളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതെടുത്തില്ല. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ചേട്ടനെ, എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ആ ജോലി കിട്ടി, അമ്മേനോട് പറയണം മാതാവിന് പ്രത്യേകം നന്ദി പറയാൻ. കാരണം അവർ ശമ്പളം പറയാതെയാണ് ഇൻ്റർവ്യൂ നടത്തിയത്. പക്ഷേ ഞാൻ ആദ്യം ചെയ്തിരുന്ന ജോലിയേക്കാളും എനിക്കിഷ്ടപ്പെട്ട ജോലിയുമാണ്, നല്ല ശമ്പളവുമുണ്ട്. അടുത്ത മാസം തുടങ്ങി ജോലിക്ക് കയറാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിന് നന്ദി പറഞ്ഞു. പക്ഷേ അതിനേക്കാൾ ഏറെ പ്രാധാന്യമായൊരു കാര്യമുണ്ട്. ഈ വിസ റിജക്റ്റ് ചെയ്യാത്തിടത്തോളം കാലം അവരുടെ വിസയിൽ നിന്ന് മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പാടില്ല. അപ്പോൾ അവൻ അതിനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അമ്മേ ഇതിനൊരു പോകുമ്പോഴേ അമ്മ തന്നിരിക്കണം എനിക്ക്. കാരണം അവൻ പോയില്ല എന്ന് പറഞ്ഞ് പോയി വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു. അമ്മ ഇതിന് എനിക്ക് മറുപടി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ എൻ്റെ മനസ്സിൽ തന്നെ തോന്നി,
ഇത് ശരിയാകുമെന്ന്, അതുപോലെ തന്നെ നല്ല ശമ്പളത്തിൽ നല്ല സുഖമായിട്ട് ജോലി ലഭിക്കുകയും ചെയ്തു. അമ്മ ഈ നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഏറെ നന്ദി പറയുന്നു അമ്മയോട്. യേശുവെ നന്ദി, യേശുവെ. ഈ മകൾ വളരെ വിലാപത്തോടു കൂടിയാണ് ഇവിടെ വന്നത് അല്ലേ. മുട്ടില്ല, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അഥവാ ഇരുന്ന് പോയ ആരെങ്കിലുമൊക്കെ പൊക്കിയെടുക്കണം. 6 മാസമായിട്ട് അവർ വളരെ വിഷമിക്കുന്നു. പക്ഷേ അതെന്താ സംഭവിച്ചത്? മരുന്ന് കഴിച്ചിട്ട് കുറയുന്നില്ല. കൃപാസന പത്രം അവർ വിശ്വാസത്തോട് ചുറ്റി പ്രാർത്ഥിച്ചു, അവരുടെ അസുഖം മാറി. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുകളിൽ കിളികളുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ട് വളരെയേറെ അവർക്ക് മാനസിക വിഷമം. പക്ഷെ അവരുടെ വിശ്വാസത്തിൽ അവർ ആ പത്രം അവിടെ എടുത്ത് വെച്ച് ചാരി വെച്ചപ്പോൾ പിന്നെ ഇതുവരെയായിട്ട് 4 മാസമായിട്ട് ഇതിൻ്റെ ഒന്നും ഒരു ശല്യം ഉണ്ടായില്ല. മകൻ്റെ വിസ ചെയ്ത കമ്പനിയിൽ 6 മാസമായിട്ട് ശമ്പളമില്ല. അവൻ തിരിച്ചു പോകുന്നു. 3 വർഷത്തേക്ക് അവിടെ അവന് വിസയുണ്ട്. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു? ഉടനെ തന്നെ ആ കമ്പനിക്കാരിത് പറഞ്ഞ് തിരിച്ചു വന്ന് ജോയിൻ ചെയ്തോണം, ഇല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കാശ് കൊടുക്കണ്ടല്ലോ. അപ്പം ഉടനെ തന്നെ ഈ സഹോദരി മകനുമായിട്ടാണ് വന്ന അല്ല സഹോദരി മാത്രമായിട്ട് ഇവിടെ വന്ന് അച്ഛനെ വന്ന് കാണുകയും കാശ് രൂപം അച്ഛനെ ബെഞ്ചരിച്ച് കൊടുത്ത് ഇതുമായിട്ട് പോവുക, അവന് നല്ല ജോലി ശരിയാകും എന്ന് പറയുകയും മുൻപത്തേക്കാളും നല്ല ജോലി, അവന് ഇഷ്ടപ്പെട്ട ജോലിയും അതുപോലെ തന്നെ നല്ല ശമ്പളത്തോടും കൂടി അമ്മ മാതാവ് അവർക്ക് അനുഗ്രഹം നൽകാൻ അവരുടെ ആ വിലാപം എടുത്തു മാറ്റി. സങ്കീർത്തനം 30-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പറയുന്ന ഇതാണ്. എന്താ പറയുന്നത്? അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റിയെന്ന് കരങ്ങൾ ഉയർത്തിയടിച്ചെന്ന് മഹത്വപ്പെടുത്തട്ടെ. ഒന്നുകൂടി ഒന്ന് ഉയർത്തിയടിച്ചെന്ന് മഹത്വപ്പെടുത്തട്ടെ. ഷിജി ജോളി OV മാത്യു ഉള്ളവർ വരിക. ഷിജി ജോളി, OV മാത്യു. എൻ്റെ പേര് ഷിജി, സ്ഥലം സൗദി. എൻ്റെ തൊണ്ടക്ക് 2-3 മാസത്തോളമായി ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഡോക്ടറിനെ കാണിച്ചപ്പോൾ മരുന്ന് കഴിച്ചു, യാതൊരുവിധ കുറവും ഇല്ലായിരുന്നു. അപ്പോൾ ഡോക്ടറിനോട് വീണ്ടും കാണിച്ചപ്പോൾ പറഞ്ഞ് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് വളരെ വിഷമമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എൻഡോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊണ്ടക്ക് യാതൊരുവിധ കുഴപ്പവും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചു. എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ എൻ്റെ തൊണ്ടക്ക് യാതൊരുവിധ കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി. അതേപോലെ തന്നെ എൻ്റെ മകൻ +2 പഠിക്കണമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ഫലമായി എൻ്റെ മകൻ +2 പാസ്സാകുകയും ചെയ്തു. ഈശോയ്ക്കും അതായത് 1000 പൂച്ച. ഈ സഹോദരിക്ക് കൊടുത്ത സൗഖ്യത്തിന് എല്ലാം നമുക്ക് നന്ദി പറഞ്ഞൊന്ന് കരങ്ങൾ അടിച്ചൊന്ന് മഹത്വപ്പെടുത്തട്ടെ, ഉയർത്തി അടിച്ചൊന്ന് മഹത്വപ്പെടുത്തട്ടെ. OV മാത്യു. എൻ്റെ പേര് OV മാത്യു. ഞാനിവിടെ 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് മാതാവ് തന്ന വലിയൊരു കാരണം, ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ വീടിനടുത്തുള്ള അന്തോണിസ് മുനിയാളുടെ പള്ളിയിൽ നിന്ന് എനിക്ക് കൃപാസനം പത്രം കിട്ടി. ആ പത്രം കൊണ്ടുപോയി ആ പത്രം വായിച്ചപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അത്ര അത്ഭുതകരമായ കാര്യങ്ങളാണ് അതിനകത്തുണ്ടായിരുന്നത്. ഞാൻ ആ പത്രം കൊണ്ട് എൻ്റെ വീടിൻ്റെ മെയിൻ വാതിലുമേ കൊണ്ടുപോയി ഒട്ടിച്ചു വെച്ചു. മാതാവിൻ്റെ ഫോട്ടോയുള്ള പത്രം കൊണ്ട് ഈ മാതാവിൻ്റെ ഫോട്ടോയുള്ള പത്രം കൊണ്ട് ഒട്ടിച്ചു വെച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, 11 വർഷമായിട്ട് കച്ചവടം നടക്കായിരുന്ന എൻ്റെ പേരയുടെ കച്ചവടം 3ാമത്തെ ദിവസം നടന്നു. അത് ദൈവത്തിന് നന്ദി. അതിനുശേഷം ഞാൻ ജോസഫ് അച്ഛനെ ഒന്ന് കണ്ട് എനിക്ക് ബാക്കിയുള്ള കാശിന് എനിക്ക് കടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കാശിന് എനിക്കൊരു സ്ഥലം വാങ്ങിക്കണമെന്ന് പെരകണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എനിക്ക് 2 കാശ് രൂപം വെഞ്ചരിച്ച് തന്നു. എന്നിട്ട് പറഞ്ഞു, ഈ കാശ് രൂപം കയ്യിൽ വെച്ചുകൊണ്ട് വേണം സ്ഥലത്തെപ്പറ്റി സംസാരിക്കാൻ പോകുമ്പോൾ നീ പോകാനായിട്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. അവിടെ ചെന്നപ്പോൾ 5-6 ലക്ഷം രൂപ വിലയുള്ള ആ സ്ഥലത്തിന് എനിക്ക് 3.25 ലക്ഷം രൂപയ്ക്ക് ഒരു സെൻറ്റിന് വെച്ച് എനിക്ക് 6 സെൻറ്റും 3,700 സ്ഥലവും എനിക്ക് വാങ്ങിക്കാൻ പറ്റി. ദൈവത്തിൻ്റെ കാരണയെ ഓർത്തി ഒത്തിരി നന്ദി പറയുകയാണ്. അതുകൂടാതെ കണ്ട് എനിക്ക് അതിനകത്ത് നല്ലൊരു നല്ലൊരു എൻ്റെ ജീവിതത്തിൽ സ്വപ്നം കാണാൻ കഴിയാത്ത വിധത്തിൽ അതിമനോഹരമായൊരു എൻ്റെ ദൈവം എനിക്ക് തന്നു. അതിനോർത്ത് യേശുവിന് നന്ദി പറയുന്നു. പിന്നെ
ഇത് തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് എന്നെപ്പോലെ ഒത്തിരി വിഷമിച്ച് വരുന്നവരുടെ Praise the Lord. ഈ മകന് കൊടുത്ത ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ്. വളരെ വലിയ അനുഗ്രഹമാണ്. 11 വർഷമായിട്ട് വിൽക്കാൻ സാധിക്കാതിരുന്ന ആ വീടും സ്ഥലവും വിൽക്കാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം, അത് വളരെ വില കുറച്ച് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ കാശ് രൂപം വെഞ്ചരിച്ച് കൊടുക്കുകയും കച്ചവടത്തിൻ്റെ ഇത് ഉറപ്പിക്കുന്നതിന് മുൻപായിട്ട് ഈ കാശ് രൂപവും ആയിട്ട് വേണം പോകുവാനെന്ന് അച്ഛൻ പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്ത് അതനുസരിച്ച് ആ മകൻ വിശ്വാസത്തോടുകൂടി ചെയ്യുകയും ചെയ്തപ്പോൾ വളരെ വില കുറച്ച് ആ സ്ഥലം, പുതിയൊരു സ്ഥലം എടുക്കുവാനും അവിടെ നല്ലൊരു ഭവനം വയ്ക്കുവാനുമായിട്ട് സാധിച്ച് അത് ദൈവം കൊടുത്ത ഈ അനുഗ്രഹത്തിന് കരങ്ങൾ അടിച്ച് ശക്തമായി അടിച്ചൊന്ന് മഹത്വപ്പെടുത്തട്ടെ. അടുത്ത ആൾക്കാർ റെഡിയാകുക. സൂസമ്മ സെബാസ്റ്റ്യൻ ചേർത്തല, MD ഗിൽബർട്ട് പൂങ്കാവ്, ജ്യോതിഷ് ജോൺസൺ, മാത്യു KK മണ്ണാർക്കാട്, അൽഫോൺസ ജോർജ് ട്രിവാൻഡ്രം, ചിന്നമ്മ ജോസ് കോട്ടയം, ഷീജ ജോബൻ ഇടപ്പള്ളി, ലൈസാമ ജോസഫ് ആയിരമ്പുഴ, ജയ S തിരുവനന്തപുരം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് സൂസമ്മ. ഞാൻ നെടുമ്പറക്കാട്ടുനിന്ന് വരുന്നു. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അവൾക്ക് 28 വയസ്സായി. മാട്രിമോണിയിലൊക്കെ കല്യാണം പരസ്യം കൊടുത്തിട്ടൊന്നും അവളുടെ കല്യാണം നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ 2017 ജൂൺ മാസത്തെ പത്രം എനിക്ക് എൻ്റെ അനുജത്തി ഇവിടെ വരുന്ന ആളാണ്. അപ്പോൾ അവൾ എനിക്ക് ആ പത്രം കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അതിൽ ഇവിടുത്തെ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ടായിരുന്നു. അപ്പോൾ അവൾ എനിക്ക് തന്നിട്ട് ഒരു വെഞ്ചരിച്ച തിരിയും തന്നു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി നിങ്ങൾ വെളുപ്പിന് 5:30 മണിക്ക് എണീറ്റ് നിങ്ങൾ ഇത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും കൂടി 5:30 മണിക്ക് എണീറ്റ് ഈ തിരി കത്തിച്ച് വെച്ച ഈ പ്രാർത്ഥന ചൊല്ലി. അങ്ങനെ 10 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോളുടെ വിവാഹം ധാരണയിലായി. അവളുടെ വിവാഹം കഴിഞ്ഞു. അവൾ ഇപ്പോൾ ഗർഭിണിയുമാണ്. അതുപോലെ തന്നെ എനിക്ക് വയറിൻ്റെ അടിവശത്ത് നല്ല വേദനയായിരുന്നു. ലിസി ഹോസ്പിറ്റലിലെ മരുന്നൊക്കെ ഒത്തിരി കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഈ പത്രം എൻ്റെ നൈറ്റിയുടെ ഉള്ളിൽ ഇങ്ങനെ നിവർത്തി വെച്ച് കിടക്കുമായിരുന്നു. അങ്ങനെ കിടന്നു. ഒരു ദിവസം ഇതുപോലെ ഞാൻ പത്രം നോക്കിയിട്ട് കാണുന്നില്ല. അപ്പം ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ ഞാൻ എണീറ്റില്ലല്ലോ, പിന്നെ പത്രം എവിടെ പോയി എന്ന് ഞാൻ ഓർത്തു. അപ്പോൾ ഞാനിങ്ങനെ തപ്പി നോക്കിയപ്പോൾ എൻ്റെ ഇടതുവശത്ത് ഈ പത്രം മടങ്ങിയിരിക്കുന്നു. അപ്പം ഞാൻ അപ്പോഴേ ഓർത്തു, എൻ്റെ മാതാവേ, എൻ്റെ അമ്മ എൻ്റെ അരികിൽ വന്നല്ലോ എന്ന് ഓർത്തു. അപ്പോൾ ഞാൻ നേരം വെളുത്ത് എണീറ്റപ്പോൾ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇന്നലെ എൻ്റെ അമ്മ എൻ്റെ അരികിൽ വന്നു. അന്ന് മുതൽ എനിക്ക് വയറിൽ വളരെ ആശ്വാസമുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് മാതാവ് തന്നിട്ടുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ മകൾക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് കരങ്ങൾ ഉയർത്തി അടിച്ചൊന്ന് മഹത്വപ്പെടുത്തട്ടെ. MD ഗിൽബർട്ട് പൂങ്കാവ്. അടുത്ത ആൾ റെഡിയാകുക. ജ്യോതിഷ് ജോൺസൺ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ഗിൽബർട്ട്, സ്ഥലം പൂങ്കാവ്. എനിക്ക് കുറച്ച് കടബാധ്യതകളുണ്ടായിരുന്നു. അത് തീർക്കാൻ എൻ്റെ വീടും സ്ഥലവും വിൽക്കാൻ തീരുമാനിച്ചു. വീട് വേഗം വിൽക്കുന്നതിനും എനിക്ക് മാറി താമസിക്കാൻ പൂങ്കാവ് പ്രദേശത്ത് തന്നെ വീട് ലഭിക്കുന്നതിനും ഞാൻ കൃപാസനം മാതാവിനോട് പ്രാർത്ഥിച്ചു. വീടിൻ്റെ കച്ചവടം വേഗം റെഡിയായി, അഡ്വാൻസ് കിട്ടി. എന്നാൽ അഡ്വാൻസ് തന്നയാൾക്ക് ഒരു ബാങ്കിൻ്റെ ലോൺ വേണ്ടി വന്നു. അതിനാൽ കുറച്ച് വൈകി. ഞാൻ വീട് അന്വേഷിച്ച് 4 കിലോമീറ്റർ ദൂരം വരെ പല ദിവസങ്ങളിൽ നടന്നു, കിട്ടിയില്ല. ചില ഏജൻറ്റന്മാരെ സമീപിച്ച് കിട്ടിയില്ല. കൃപാസനത്തിൽ നിന്ന് മെയ് മാസത്തിലുള്ള വണക്കത്തിലുള്ള കൂപ്പൺ 50 കൂപ്പൺ എനിക്ക് കിട്ടി. 50ാമത്തെ കൂപ്പൺ വാങ്ങിയ വ്യക്തി ഒരു വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ആ വീട് വിൽക്കാനിരിക്കുകയാണെന്ന് അയാളിൽ നിന്ന് അറിഞ്ഞു. അന്ന് തന്നെ അതിൻ്റെ ഉടമസ്ഥനെ കണ്ട് ഞാൻ സംസാരിച്ചു. ജൂലൈ മാസം അഡ്വാൻസ് തന്നയാൾ എൻ്റെ വീട് എഴുതി വാങ്ങി. കൃപാസനം മാതാവിൻ്റെ വണക്കമാസത്തിൻ്റെ കൂപ്പൺ വഴി കണ്ടെത്തിയ ആ വീട് ഞാനും എഴുതി വാങ്ങി. ആർക്കും വീട് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ആർക്കും കമ്മീഷൻ കൊടുക്കേണ്ടി വന്നില്ല. എല്ലാം മാതാവ് സഹായിച്ചു. ഈ വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും കോടാനുകൂടി നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ.
ഈ സഹോദരൻ്റെ ആ വീടിൻ്റെ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ കർത്താവ് ഇടപെട്ടത്, പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥം വഴി ഈശോ ഇടപെട്ടത് എത്രയോ വലിയൊരു കാര്യമായിട്ടാണ് അദ്ദേഹം എടുത്തത്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ഇവിടെ പ്രേക്ഷിത വേല ചെയ്യുന്ന അദ്ദേഹം വളരെ കാര്യമായിട്ട് ഈശോയുടെ കാര്യത്തിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തപ്പോൾ ആ ഈ കാര്യത്തിൽ തന്നെ ആ കൂപ്പൺ എടുത്ത വ്യക്തിയിൽ നിന്ന് തന്നെ ആണ് ദൈവം അതിന് മറുപടിയായിട്ട് അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തത്. നമുക്ക് കിട്ടിയ ഈ അനുഗ്രഹത്തിന്, അതായത് സങ്കീർത്തനത്തിൻ്റെ 33:18 പറയുന്ന വചനം, സങ്കീർത്തനം 33:18 പറയുന്നത്, തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരണത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. കരങ്ങൾ ഉയർത്തി അടിച്ചെന്ന് മഹത്വപ്പെടുത്തട്ടെ. ജ്യോതിഷ് ജോൺസൺ അടുത്തത്. മാത്യു കേക്ക് അടുത്ത ആൾ റെഡിയാകുക. എൻ്റെ പേര് ജ്യോതിഷ ജോൺസൺ എന്നാണ്. ഞാൻ പുതുവൈപ്പ് കുരിശിങ്കൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ വർഷമാണ് +2 പരീക്ഷ എഴുതിയത്. ഞാൻ ആഗ്രഹിച്ച വിഷയമല്ല എനിക്ക് കിട്ടിയത്, അതുകൊണ്ട് തന്നെ അത് പഠിക്കാൻ എനിക്ക് പാടായിരുന്നു. അതിലെ മെയിൻ സബ്ജക്റ്റായ 3 വിഷയത്തിനും എനിക്ക് ഒട്ടും തന്നെ പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ അപ്പോൾ എക്സാം ആയപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ടെൻഷനായി. ഒന്നും പഠിച്ചിട്ട് മനസ്സിലാവണില്ല. ഭയങ്കര തടസ്സങ്ങളൊക്കെ ആയിരുന്നു. വീട്ടിലും കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആയപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലെ ആൻറ്റിയാണ് കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ അത് വെച്ച് പ്രാർത്ഥിക്ക്, നിൻ്റെ ബുക്ക് അതിൽ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുക, നിനക്ക് എന്തായാലും പരീക്ഷയിൽ ജയിക്കാൻ പറ്റുമെന്ന്. ഞാൻ അതുപോലെ തന്നെ ചെയ്തു. എൻ്റെ ഹോൾ ടിക്കറ്റും അതുപോലെ തന്നെ ആ പാടായിട്ടുള്ള വിഷയമുള്ള ബുക്കും ഞാൻ കൃപാസനം പത്രം കൊണ്ട് പൊതിഞ്ഞു. അമ്മയുടെ കൂടെ രാവിലെ എഴുന്നേറ്റ് ആ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, എനിക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ മാർക്ക് കിട്ടി. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എനിക്ക് അത്രയും മാർക്ക് കിട്ടിയപ്പോഴത്തേനും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ വേണം എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്നും പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ഞാൻ ആഗ്രഹിച്ച വിഷയത്തിന് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ സന്തോഷമുണ്ടോ? വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്. അപ്പം നമുക്ക് ഈ മകളെ സമർപ്പിച്ച് കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് നമുക്ക് കരങ്ങൾ ഉയർത്തിയടിച്ചൊന്ന് മഹത്വപ്പെടുത്തട്ടെ. മാത്യു കേക്ക് അടുത്ത ആള് അൽഫോൺസ്യ ജോർജ് അതിൻ്റെ അടുത്താണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പാലക്കാട് മണ്ണാർക്കാട് ഇടവകയിൽ നിന്ന് വരുവാണ്. പാലക്കാട് നിന്ന് ഒരാൾ ഇവിടെ വരണമെങ്കിൽ ഒരു 250 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് വരുന്നത്. ഇന്നലെ വൈകുന്നേരം സന്ധ്യയായപ്പോൾ പോന്നതാണ്. ഇന്ന് രാവിലെ 7 മണിക്ക് ഇവിടെ എത്തി. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ കുടുംബസമേതം വന്ന് ഉടമ്പടി എടുത്ത് പോയതായിരുന്നു. ഇപ്പം 4 മാസമായി. തലയ്ക്ക് മേതെ പ്രശ്നമായ കാരണമാണ് ഇവിടെ വരാൻ വന്നത്, അല്ലെങ്കിൽ വരില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, ചിലരൊക്കെ പള്ളിയിൽ കൊണ്ടുപോയി ഈ പത്രം കൊണ്ടുപോയി വെക്കുന്നുണ്ടെന്ന്. അത് പറ്റില്ലെന്നൊക്കെ. പള്ളിയിൽ കൊണ്ടുപോയി പത്രം വെച്ച കാരണം ഞങ്ങൾക്കൊരു പത്രം കിട്ടി. എൻ്റെ ജീവിത പങ്കാളി ഒരു പത്രം എടുത്തുകൊണ്ട് വന്നു. അത് ഞങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ തലയ്ക്ക് മീതെ പ്രശ്നം നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ ഒരു കാര്യം ചെയ്തു, ഞങ്ങളിവിടെ എന്നാണേലും പോകാമെന്ന് ഞങ്ങൾ തീർച്ചപ്പെടുത്തി. ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. പ്രശ്നം ഇതാണ്. തലയ്ക്കുമേലുള്ള വലിയ പ്രശ്നം എന്താണ്? അത് പറയാൻ തുടങ്ങുകയാണ്. ഞാൻ മകൾക്ക് 10-25 വയസ്സൊക്കെ ആയി. അപ്പം 2 പേരും BSc നേഴ്സാണ്. ഒത്തിരി കാശ് മുടക്കിയാണ് പഠിപ്പിച്ചതും എല്ലാം. 12,000 രൂപയൊക്കെ ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നു. മരുമോന് മെയിൽ നേഴ്സുമാരെ ഇവിടെ കേരളത്തിൽ വേണ്ട. അപ്പോൾ അവന് ജോലിയില്ല. അപ്പോൾ അവനൊരു കാര്യം ചെയ്തു, ഇവിടെ ഇങ്ങനെ എത്ര നാളാണ് നിൽക്കുന്നത്? അവൻ IELTS പരീക്ഷ എഴുതി കിട്ടിയില്ല. അവനൊരു കാര്യം ചെയ്തു, ഇവിടെ ഈ കേരളത്തിൽ ഇനി നിൽക്കുന്നില്ല. അയർലൻഡിൽ പോയി MSc പഠിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. 1 കൊല്ലം ആയി. ഇപ്പോൾ അവൻ അയർലൻഡിലുണ്ട്, MSc പഠിക്കുക. കാരണം ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ പഠിക്കുമല്ലാണ്ട് തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെ പോയി. അങ്ങനെ ഇരിക്കുമ്പം മോൾക്ക് ഇനിയിപ്പോൾ അവനെ നോക്കിയിട്ട് കാര്യമില്ല. പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മോള് IELTS എഴുതിയാലേ പറ്റുള്ളൂ. അവളോട് പറഞ്ഞ് ഒന്ന് എഴുതിച്ചു, തോറ്റുപോയി. അപ്പോൾ 2 പേരും തോറ്റു. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല. അപ്പം ഈ പത്രവും കിട്ടി. അപ്പം ഇവളോട് ഒന്നുകൂടി എഴുതാൻ പറഞ്ഞ് ഞങ്ങളിവിടെ ഒന്ന് ഉടമ്പടി എടുത്തു.
ഇവളെന്ത് ചെയ്താൽ സമ്മതിക്കില്ല, ഞാൻ എഴുതില്ലെന്നാണ് പറയുന്നത്. പരീക്ഷ ഞാൻ എഴുതില്ല, ഇതുവരെ പഠിച്ച കാലത്തൊന്നും തോറ്റിട്ടില്ല, ഇങ്ങനെ ഒരു തോൽവിയെ പറ്റിയിട്ടുള്ളൂ, അപ്പോൾ എഴുതുകയില്ലെന്ന് പറഞ്ഞു. അച്ഛനെ കൊണ്ട് ഈ മകളാണ് പറയുന്നത്? അതെ, ഈ മകൾ തന്നെ. അതെ അതെ. അപ്പോൾ അച്ഛനെ വന്ന് ഞാൻ കണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം വന്ന് അച്ഛനെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, സാറേ അത് നമുക്ക് കിട്ടും, അവൾ കയറുന്നുണ്ട്, മെസ്സേജ് എടുത്തപ്പോൾ പറഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞു. അത് എന്നോടല്ലേ പറഞ്ഞത്, ഞാൻ എവിടെ വന്ന് ധ്യാനവും കൂടിയതും കേട്ടതും ഒക്കെ ഇവളോട് പറഞ്ഞിട്ട് ഇവൾ സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ ഈ ദൈവവചനമൊക്കെ വായിക്കുമ്പോൾ കുറച്ച് പോസിറ്റീവ് എനർജി വചനങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, അതൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ വെച്ച് അവളെ എങ്ങനെയെങ്കിലും പരീക്ഷയ്ക്കൊന്ന് എത്തിച്ചാൽ മതി, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ജയിക്കുമെന്ന്. അപ്പോൾ ഇവള് പഠിക്കുന്നില്ല, പഠിക്കാൻ മടിയ. ആദ്യത്തെ പ്രാവശ്യം ഒരുമാതിരിയൊക്കെ പഠിച്ചായിരുന്നു പോയത്, അന്ന് കിട്ടിയില്ല, പിന്നെ ഇനിയിപ്പോൾ പഠിക്കുന്നില്ല, എന്നാൽ മാതാവിൻ്റെ കൈ കൊടുക്കാമെന്ന് വെച്ചിട്ട് ആദ്യത്തെ പ്രാവശ്യം 45 എണ്ണം പഠിച്ചെങ്കിൽ ഈ പിന്നത്തെ പ്രാവശ്യം 5 എണ്ണമാണ്. ഞാൻ ബൈബിൾ തുറന്ന് ദൈവവചനം എടുത്തപ്പോൾ 5 അപ്പവും 2 മീനും എന്നുള്ളതാണ് കിട്ടിയത്. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു, നിനക്കറിയാവുന്നത് കൊണ്ട് നീ അങ്ങ് പോയാൽ മതി എന്ന്. അവസാനം ഇവള് പോയി പരീക്ഷ എഴുതി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ഇവള് പഠിച്ചിട്ട് പോയ 5 എണ്ണവും വന്നില്ല, വേറെ എണ്ണം വന്ന്. പക്ഷെ ചിരിച്ചോണ്ടാണ് വന്നത്. ചിരിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു, അമ്മ എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവരോടൊക്കെ അന്ന് തന്നെ എല്ലാവരോടും വിളിച്ച് പറഞ്ഞു, മോള് പരീക്ഷ എഴുതിയിട്ടുണ്ടോ, ജയിക്കും എന്ന് പറഞ്ഞു. റിസൾട്ട് വന്നപ്പം അത്യുന്നത വിജയം. വിജയമാണ് ലഭിച്ചത്. അപ്പോൾ ഇനി ഇതുപോലെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം കടബാധ്യത കാര്യങ്ങൾ, ഇവളെ പഠിപ്പിച്ച എഡ്യൂക്കേഷൻ ലോണ് കാര്യം, ഇതെല്ലാം ശമ്പളം ഇപ്പം 12,000 എന്ന് പറഞ്ഞത് 30,000 ആയി. അങ്ങനെ അത് കടമെല്ലാം വീടാൻ തുടങ്ങി. ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ എല്ലാം സന്തോഷം, സമാധാനം, സ്നേഹം, ഐക്യം, പ്രാർത്ഥനയ്ക്കൊക്കെ ജീവൻ. അപ്പോൾ ഇപ്പം പാലക്കാട് നിന്ന് ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ രാത്രി ഉണർന്നിരുന്നൊക്കെ ഇവിടെ വന്നപ്പോൾ അതിലെല്ലാം ബുദ്ധിമുട്ടൊക്കെ മാറി. ഇവിടെ കാല് കുത്തിയപ്പം തന്നെ സന്തോഷമായി. അപ്പം മകൾ എന്ത് പറയുന്നു? മകളുടെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ. എന്ത് പറയുന്നു? സന്തോഷമാണ്. ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ജോലി സംബന്ധമായിട്ട് ഭയങ്കരമായ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ എന്നും ഞാൻ വീട്ടിൽ വന്ന് കരച്ചിലും ബഹളമായിരുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ നിരാശ കയറിയിരിക്കുന്ന സമയത്താണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് വന്ന സമയത്ത് അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഇറങ്ങിയ ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കാര്യങ്ങൾ ശരിയാവാൻ തുടങ്ങി. ഇപ്പം വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇപ്പോൾ നിരാശ എന്ന് പറയുന്ന സംഭവം അടുത്തുപോലും ഇല്ല. കൊള്ളാം. അപ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുമാണ് ഇവർക്ക്, ഈ കുടുംബത്തിന് ലഭിച്ചത്. അതായത് സങ്കീർത്തനത്തിൽ ജെറമിയായുടെ 31-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ പറയാണ്, ഞാൻ അവരുടെ വിലാപത്തെ ആഹ്ലാദമാക്കി മാറ്റുകയും അവരുടെ ദുഃഖമകറ്റി ഞാൻ സന്തോഷിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ കുടുംബത്തെ കരങ്ങൾ അടിച്ച് അടിച്ചെന്ന് മഹത്വപ്പെടുത്തട്ടെ. നമുക്കൊരു ഗാനം ആലപിക്കാം. അടുത്ത ആൾ വരിക, അൽഫോൺസ്യ ജോർജ്, ചിന്നമ്മ ജോസ്. ഞാൻ ഈ ആൾത്താരയിൽ വന്ന് നിൽക്കുന്ന രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഫോട്ടോ എടുക്കാനായിട്ട് രണ്ടാമതാണ് സാക്ഷ്യം പറയാൻ വന്ന് നിൽക്കുന്നത്. ആദ്യം എൻ്റെ മോനിക്ക് വേണ്ടി തന്നെ ഉടമ്പടി എടുത്തത്. 5.5 വർഷമായി എൻ്റെ മോൻ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് വിസ അടിക്കാതെ ഒരുപാട് പൈസകൾ നഷ്ടപ്പെട്ട്. സഹോദരിയുടെ പേരൊന്ന് പറഞ്ഞേ. എൻ്റെ പേര് അൽഫോൺസ്യ, പുത്തൻതോപ്പ്, തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ മോനിക്ക് വേണ്ടി വിസയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 5.5 വർഷമായി സൗത്ത് ആഫ്രിക്കയിൽ മോൻ പോയിട്ട്. പക്ഷെ മോൻ്റെ പൈസകൾ നഷ്ടപ്പെടുന്നതല്ലാതെ വിസ കിട്ടുന്നില്ല. അപ്പോൾ അവിടെ കൊള്ളയും കള്ളന്മാരുടെ രാജ്യമാണ്. അപ്പോൾ കൊടുക്കുന്ന പൈസ എല്ലാം കട്ടുകൊണ്ട് പോകും. അപ്പോൾ അവിടെ എല്ലാം പിടിച്ചു പറിച്ച് കൊണ്ട് പോകും. അപ്പോൾ മോനിക്ക് ഭയങ്കര വിഷമം. ഞാൻ പറയും, മോനെ നീ പേടിക്കണ്ട, മാതാവിനെ വിളിച്ച് നീ പ്രാർത്ഥിക്ക്, അമ്മ ആ സമയം നിന്നോട് പ്രാർത്ഥിക്കുന്നുണ്ട് മോനെ. അപ്പം മോനിക്ക് വിസ അടിക്കും. നാട്ടിൽ വന്നാൽ കടം നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റൂല മോനെ എന്ന് പറഞ്ഞ് മോൻ്റെ പൈസ ഒരു ഭവനം വെച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ മോന് ഒരു 8 മാസത്തെ ശമ്പളത്തോളം കടയിൽ നിന്നൊരുത്തൻ കട്ടുകൊണ്ട് പോയി. അത് അത്രയും വേല ചെയ്ത് കടം തീർക്കേണ്ടി വന്നു. അപ്പോൾ മോന് ഭയങ്കര പ്രയാസം. ഇവിടെ പലിശ കൊടുക്കാനോ കടം തീർക്കാനോ വശമില്ല. അപ്പനെങ്കിൽ ജോലിക്ക് പോകില്ല, ചേട്ടന്മാർ കല്യാണം കഴിച്ച്. അപ്പം ഞാൻ ഒരുപാട് കഷ്ടത അനുഭവിച്ച് പലിശയ്ക്ക് പണം എടുത്തവരെന്നെ വഴക്ക് പറയുന്നു. അങ്ങനെ ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഫലമായി അവൻ ജോലി ചെയ്ത സ്ഥലത്തു നിന്ന് മാറി കടം തീർത്തിട്ട് വേറൊരു സ്ഥലത്ത് എൻ്റെ ചേച്ചിയുടെ മകൻ കൊണ്ടാക്കി.
പക്ഷെ അതിനേക്കാൾ നല്ലൊരു ശമ്പളവും കിട്ടി. എൻ്റെ മോൻ്റെ കടവും തീർത്ത് വിസ അടിച്ച് കിട്ടി. 5.5 വർഷം ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച് മോൻ്റെ വിസ അടിച്ച് നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ മോൻ്റെ കല്യാണം അവന് ചേർന്ന് ഒരു ഇണയെ കണ്ടെത്തണമെന്ന്. അതുപോലെ വിസ അടിച്ച് കിട്ടുകയും ചെയ്ത് എൻ്റെ മോനൊരു ഇണയെ കണ്ടെത്തി. ജൂൺ മാസം 20-ാം തീയതി മോൻ നാട്ടിൽ വന്ന് ജൂലൈ മാസം 12-ാം തീയതി കല്യാണവും കഴിഞ്ഞ്. അതിൻ്റെ ഇടയ്ക്ക് മോനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. ഞാനിപ്പോൾ ഇവിടെ ജോസഫച്ചനോട് കൊണ്ടുവന്നു. എൻ്റെ മോൻ മെയിൻ റോഡിലായിരുന്നെങ്കിൽ എൻ്റെ മോൻ്റെ പൊടി പോലും കിട്ടൂലായിരുന്നു. ഒരിട റോഡായതുകൊണ്ട് എൻ്റെ മോനെ ഒരു കാർ ഇടിച്ചിട്ടിട്ട് കടന്നു കളഞ്ഞ്. അപ്പോൾ എൻ്റെ മോൻ ഓർമ്മയില്ലാതെ രക്തം ഒലിച്ച് അവിടെ കിടന്ന്. ഒരു പാൽ കൊണ്ടുവരുന്ന പയ്യൻ കണ്ട് എൻ്റെ മോനെ ബൈക്കിലിരുത്തി കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ ഉറക്കെ എണീച്ചപ്പോൾ അമ്മ എനിക്ക് ആക്സിഡൻറ്റ് പറ്റി. എന്ത് പറ്റി മോനെ? എങ്ങനെ? എനിക്കൊന്നും അറിയില്ല അമ്മ, എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി മറിഞ്ഞു പോയി, ആരെന്ത് ചെയ്തെന്ന് അറിയില്ല. ഒരു കൊച്ചു കുട്ടി പറയുന്നു ഒരു കാറ് വന്ന് ഇടിച്ചിട്ടിട്ട് സ്പീഡിൽ പോയി. അവിടെ കിടന്ന് രക്തവുമായി കിടന്ന് കൊണ്ടുപോകാൻ പോലും ആരുമില്ല. ഞാനും എൻ്റെ ആ കൊച്ചുമായിട്ട് അവൻ്റെ ഭാര്യയുമായിട്ട് കഴക്കൂട്ട മിഷൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. രക്തം ഈശോയ്ക്ക് ശിരസിൽ നിന്ന് ഒഴുകുന്നത് പോലെ തലയിൽ നിന്ന് ഒഴുകി പോലെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അകപ്പാടെ ശരീരം തളർന്ന് എൻ്റെ മാനസികമായി തകർന്ന് ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി. 9 തയ്യലിട്ട് ഇടത് സൈഡെല്ലാം മുറിവായിരുന്നു. അപ്പോൾ എനിക്ക് ജൂലൈ മാസം കല്യാണമായപ്പോൾ ഇവിടെ വരാൻ പറ്റിയില്ല. ഞാൻ ഓഗസ്റ്റ് മാസം 24-ാം തീയതി മോനെയും അവൻ്റെ ഭാര്യനെയും കൊണ്ടുവന്ന് ജോസഫച്ചനെ കൊണ്ട് പ്രാർത്ഥിച്ച്. അച്ഛൻ പറഞ്ഞു, മോളെ നീ സാക്ഷ്യം പറയണം. ഞാൻ പറഞ്ഞാൽ ആദ്യ ചൊവ്വാഴ്ച വന്ന് ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. ഇത് 8-ാമത്തെ മാസമാണ് ഞാൻ ഇവിടെ ഈ കൃപാസനത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇന്നലെ വരെ എൻ്റെ കാലെടുത്ത് നടക്കാൻ വയ്യ, 2 മുട്ടും എനിക്ക് വേദന കൊണ്ട് പെടയുകയായിരുന്നു. ഞാൻ ഇന്ന് എനിക്ക് വന്നപ്പോൾ എനിക്കൊരു വേദനയില്ല, എൻ്റെ 2 മുട്ടിനും ഒരു കുഴപ്പമില്ലാതെ ഞാൻ ഇവിടെ നല്ല ധൈര്യമായി നിൽക്കുന്നു. ഇനി എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. 6 കാര്യം വെച്ചാൽ എനിക്ക് 3 കാര്യം സാധിച്ചു കിട്ടി. ഇനിയും എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവമേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ 1000 കോടി നന്ദി അർപ്പിച്ചോണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ മകളുടെ സാക്ഷ്യം കേട്ടല്ലോ. മകൻ എന്ന് പറഞ്ഞാൽ 5 വർഷമായിട്ട് വിസ ഇല്ലാതെ എവിടെ ആഫ്രിക്കയിലായിരുന്നു അല്ലേ? സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. വളരെയേറെ കഷ്ടപ്പാടുകൾ, വളരെയേറെ ജീവിത ദുരന്തങ്ങളെല്ലാം ഉണ്ടായി. എങ്കിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഇപ്പം മകന് സൗഖ്യമായി 12-ാം തീയതി സൗത്ത് ആഫ്രിക്കയിൽ പോകുന്നു, തിരിച്ചു പോവുകയാണ്. വലിയ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെ ഉള്ളതിനാൽ എനിക്ക് ഒരു അനർത്ഥവും സംഭവിക്കില്ല. സങ്കീർത്തനം 23 പറയുന്നത് അവരുടെ ജീവിതത്തിൽ മകൻ്റെ കാര്യത്തിൽ അനർത്ഥമായി. നമുക്ക് കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ചിന്നമ്മ ജോസ്, ഷീജ ജോബൻ ഇടപ്പള്ളി. എൻ്റെ പേര് ചിന്നമ്മ ജോസ്. കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ വടക്കേ അറ്റത്ത് നീർപ്പാറ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് കാലിന് വേദനയായിട്ട് 2 വർഷം പൂർണ്ണമായി കാല് ഒട്ടും നടക്കാൻ മേലാതെ കാലിന് ഭയങ്കര വേദനയായിരുന്നു. വീൽ ചെയറിലാണ് എല്ലാ ആശുപത്രിയിലും പോയിക്കൊണ്ടിരുന്നത്. ആ വീൽ ചെയറിന് കാറിൽ കയറാൻ പറ്റില്ല. എന്നിട്ട് ഓട്ടോറിക്ഷ വിളിച്ചാണ് ഓട്ടോറിക്ഷയിൽ കയറി പോയിക്കൊണ്ടിരുന്നത്. അവിടെ ചെന്ന് ആശുപത്രിയിൽ ചെന്നാൽ ഉടനെ തന്നെ വീൽ ചെയർ കൊണ്ടുവരും. വീൽ ചെയറിൽ വന്നാണ് ഡോക്ടറെ കാണുന്നതും. അവിടെ നിന്ന് തിരിച്ച് ഓട്ടോറിക്ഷ കയറ്റുന്നിടം വരെ വീൽ ചെയറിലായിരുന്നു. അത് എന്താണെന്നറിയാൻ എല്ലാ ഡോക്ടർമാരുടെയും അടുത്തും പോയി നോക്കിയിട്ടും അത് തേയ്മാനല്ല, നീരും വേദനയാണ്. 1 അടി പോലും കാല് നിലത്തേക്ക് വയ്ക്കാൻ മേലായിരുന്നു. ആ സമയത്ത് പിന്നെ അമൃത ഹോസ്പിറ്റൽ വരെയും പോയി, രക്ഷയില്ല. പിന്നെ എന്നാൽ നീ വാദമാണോന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇച്ചിരി കടുകെണ്ണ മേടിച്ച് എണ്ണ പുരട്ടി തിരുമ്മി ഇപ്പം മുട്ടിന് തേച്ചപ്പോൾ ഇച്ചിരി സ്വല്പം കുറവുണ്ടെന്ന് തോന്നി. എന്നാൽ ശരീരം മൊത്തം ഞാൻ തൂത്തേക്കാന്ന് ഓർത്തുകൊണ്ട് മൊത്തം തൂത്ത് തിരുമ്മിയപ്പോൾ ഈ വലത് ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു തടിപ്പ് കണ്ട്. അത് തെന്നുന്ന മുഴ.
ഞാൻ പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം ഡോക്ടറെ കാണാനായിട്ട് പോവുമായിരുന്നു. അന്ന് ഡോക്ടർ ഈ വീൽ ചെയറിലാണ് എന്നെ കൊണ്ടുപോകുന്നതും ഡോക്ടറെ കണ്ട്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഇതിനകത്ത് തേയ്മാനം ഇല്ല, ഇതിൻ്റെ ഫ്ലൂയിഡ് തീർന്നതായിരിക്കും, അതല്ലാതെ അറിയാൻ മേല. നേരം മകള് പറഞ്ഞു, ഈ ബ്രസ്റ്റിൽ ഒരു മുഴ കണ്ടു, എന്താണെന്നറിയത്തില്ലല്ലോ. ഉടനെ തന്നെ സർജനെ കാണിക്കാൻ പറഞ്ഞു. സർജൻ്റെ അടുത്ത് കൊണ്ടുപോയി അന്ന് തന്നെ ചെക്കപ്പ് എല്ലാം ചെയ്തു. അത് 4th റിസൾട്ട് വന്നപ്പോൾ 3.3, അതായത് 4th സ്റ്റേജിലേക്ക് കിടക്കുന്ന ആകാറായി. അതുകൊണ്ട് ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്റ്റേജിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻസർ. അപ്പോൾ അത് ഓപ്പറേഷൻ ഉടനെ തന്നെ വേണമെന്ന് പറഞ്ഞു. ജൂൺ 26 തന്നെ ഓപ്പറേഷൻ ചെയ്തു. അത് കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്ത് തിരിച്ചു ജൂലൈ 3 അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു കഴിഞ്ഞ് പോന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഹീമോ ചെയ്യണം, ഹീമോ ചെയ്യാതെ കൊണ്ട് പറ്റിയല്ല, 4th സ്റ്റേജിലേക്കായി, അതുകൊണ്ട് ഹീമോ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ഭർത്താവല്ലാതെ മക്കളൊക്കെ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അവർ 1 മാസത്തെ അവധിക്ക് വന്ന് 2 കുടുംബവും അവർ 1 മാസം കഴിയുമ്പോൾ അവർ പോകും. ഈ ഹീമോ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. 70-71 വയസ്സ് കഴിഞ്ഞ് ആ മനുഷ്യൻ വേണം എൻ്റെ കൂടെ ആശുപത്രി കൊണ്ടുപോകാനും കൊണ്ടുവരാനും. അതുകൊണ്ട് ഞാൻ ഹീമോ ചെയ്യണില്ല എന്ന് ഡോക്ടറോട് പറഞ്ഞു. ഹീമോ അന്ന് മക്കൾ കൊണ്ടുപോയി ഗംഗാധരൻ ഡോക്ടർ ചെന്ന് കണ്ട്. ഇത് കാരിത്താസിലാണ് ഓപ്പറേഷൻ ചെയ്തത്. ഗംഗാധരൻ ഡോക്ടർ തൃപ്പൂണിത്തുറ ആയിരുന്നു. ലേക്ഷൂറി ഹോസ്പിറ്റലിൽ അന്ന് ഡോക്ടർ സുഖയില്ലാതെ വീട്ടിലിരിക്കണം. കാരണം വീട്ടിൽ ചെന്നാണ് കണ്ടത്. കാര്യങ്ങൾ പറയുക, ഡോക്ടർമാരുടെ ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞു, ഇത് ഹീമോ ചെയ്യാതെ പറ്റിയാലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു, എന്തായാലും ഹീമോ ചെയ്യുന്നില്ല, എന്നാലും ദൈവം എന്നെ മരിച്ച ലാസറെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ അത് എന്നെ സുഖപ്പെടുത്തു എന്നും പറഞ്ഞ് ഹീമോ ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞാൻ 1 വർഷം കഴിഞ്ഞ് പിന്നെ എല്ലാം ഫുൾ ചെക്കപ്പ് ചെയ്യണം. അതിന് 1 വർഷം വരെ ഒന്നും ചെയ്തില്ല. പിന്നെ ഗുളിക എന്നെ എഴുതി തന്നു. ആ ഗുളിക എന്നാൽ കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ഞാൻ എന്തായാലും ഹീമോ ചെയ്യാത്തത് കൊണ്ട് ഇവിടെ വന്ന് ഒന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ജൂൺ 5 അത് പള്ളിയിൽ ഒരു നോട്ടീസ് കണ്ട്, പത്രം കണ്ട്. ആ പത്രം കണ്ട് ഞാൻ എടുത്ത് ഈശോയോട് പറഞ്ഞു, ഈശോയെ എന്നെ സുഖപ്പെടുത്തുവാൻ ഇത്രയും അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ എന്നെ ആ കൃപാസനത്തിൽ ഒന്ന് എത്തിക്കണേ, എനിക്ക് അവിടെ ഒന്ന് പോകാൻ എന്നെ അനുവദിക്കണേ എന്ന് ഈശോയോട് പറഞ്ഞ് ആ പേപ്പർ എടുത്ത് ഞാൻ ആദ്യം കുറച്ച് കത്തിച്ചിട്ട് ചാരെടുത്ത് അതാദ്യം കഴിച്ചു, വെള്ളത്തിൽ കലക്കി. അത് കഴിഞ്ഞേച്ച് ആ പേപ്പർ വെച്ച് കാലേ കെട്ടിവെച്ചു. ഒരു പേപ്പർ എടുത്ത് നെഞ്ചത്തും വെച്ചുകൊണ്ട് ഇരുന്നു. അത് കഴിഞ്ഞേച്ചാണ് എനിക്ക് ഇവിടെ വരാനായിട്ട് ഒരു ഡ്രൈവറേയും കിട്ടി. ഞാനിവിടെ വന്നു ജൂൺ 5 ഇവിടെ നിന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു, തിരിച്ചുപോയി. പിന്നെ ആ പേപ്പർ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ആ പേപ്പർ വെച്ച് ഞാൻ കിടക്കുകയും പിന്നെ ഉപ്പും എണ്ണയും തേനും തിരി എല്ലാം തന്നിരുന്നു. അത് ഓരോന്നും ഉപയോഗിച്ച് എൻ്റെ പിന്നെ ജൂലൈ 18 ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ എല്ലാ ചെക്കപ്പും ചെയ്തു. എനിക്കൊരു ക്യാൻസറും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അത് ഈ 4th സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആളിൻ്റെ ഈ രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥ എന്നാണ് അർത്ഥം, അല്ല? അങ്ങനെയല്ലേ? അതറിയായിരുന്നു സഹോദരിക്ക്? അറിയായിരുന്നു. അപ്പോൾ ഏകദേശമൊക്കെ എൻ്റെ ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പണി തീർന്ന് എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയമാണ് ഒരു പത്രം കിട്ടിയത്, അല്ലേ? ഭാഷണത്തേക്ക് വരുന്നത്. മരിക്കുവാണെങ്കിൽ എൻ്റെ ഈശോയുടെ ഇഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ, മരിച്ച ലാസറെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ അത് എന്നെ സുഖപ്പെടുത്താൻ കഴിയും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എപ്പോഴും ഈശോയോട് പറയും, ഈശോയെ എനിക്ക് എത്ര ദിവസം ആയുസ്സുണ്ടെങ്കിലും അത് ക്യാൻസറായിട്ട് ഞാൻ മരിക്കാൻ എന്നെ ഇടവരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം ഒരു അസുഖമില്ല. അവിടെ ഇവിടെ എല്ലാം മുഴയുണ്ടായിരുന്നു. അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് വെറും കൊഴുപ്പടിഞ്ഞേക്കണതാണ്, അവിടെ ഒരു അസുഖവും കുഴപ്പമില്ല. ഇപ്പം
ആരോഗ്യ. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 70-ാമത്തെ വയസ്സിലേക്ക്. 70 വയസ്സുണ്ടായിട്ട് വളരെ ചെറുപ്പമായിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ. അപ്പൊ നമുക്ക് ഈ സഹോദരിക്ക് കൊടുത്ത അനുഗ്രഹം കണ്ടില്ലേ? അത് അവരുടെ ഒരു പല പ്രാവശ്യം പറഞ്ഞ ഒരു വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ പറഞ്ഞത്? മരിച്ച ലാസറിനെ ഉയർപ്പിക്കാൻ കരുത്തുള്ള കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ ഉയർപ്പിക്കുവാൻ കരുത്തുള്ളവനാണ്. ആ ഒരു വിശ്വാസമായിരുന്നു അവർക്ക്. ആ വിശ്വാസം അവരെ സുഖപ്പെടുത്തി. അതാണ് യാക്കോബിന്റെ 5:15 പറയുന്നത്, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗികളെ സൗഖ്യപ്പെടുത്തും, കർത്താവ് അവരെ എഴുന്നേൽപ്പിക്കും. കരങ്ങൾ ഉയർത്തിയടിച്ചൊന്നുകൂടെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. അതുപോലെ മുട്ടിന് നീരും ശരീരം മൊത്തം നീരുമായിരുന്നു. ആ പേപ്പർ എടുത്ത് കാലേ വെച്ച് കെട്ടുകയും പിന്നെ ആ എണ്ണ തൈലെടുത്ത് തൂക്കുകയൊക്കെ ചെയ്ത് നീര് ഒട്ടുമില്ലാതെ നീര് മാറി. അതുപോലെ കൊച്ചുമകന് വിസ അടിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് എൻജിനീയറിങ്ങിന് പഠിക്കാൻ കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരുടെ കുടുംബത്തിൻ്റെ ആധാരം, വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ആധാരം എടുത്ത് ചേട്ടന് വേണ്ടിയിട്ട് കൊടുത്തായിരുന്നു. അത് 12 ലക്ഷം രൂപയ്ക്ക്. പക്ഷേ 12 ലക്ഷം രൂപ പോയിട്ട് ഒരു രൂപ പോലും എടുക്കാൻ നിവൃത്തിയില്ലാത്തപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിനക്ക് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ 12 ലക്ഷം അല്ല 18 ലക്ഷം അല്ല 25 ലക്ഷം വേണമെങ്കിലും ദൈവത്തിൻ്റെ കയ്യിൽ ഒന്നും എത്തിപ്പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ 1000 രൂപ എടുത്തു കൊടുത്തു. ഇത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിൻ്റെ കൈ തരുന്നു. ഇത് നീ ജോലിക്ക് പോകുന്നിടം വരെയും ഈ പൈസ നിൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ, ഇതൊന്നിനും എടുക്കരുത് എന്ന് പറഞ്ഞു വിശ്വാസ പ്രമാണവും എത്രയും തീയുള്ള മാതാവിയും ചൊല്ലി ആ മകൻ്റെ കൈ കൊടുത്തു. വിസ അടിച്ച് ഇന്ന് അവൻ ഈ 15-ാം തീയതിക്ക് ഇപ്പുറം അവൻ കാനഡയ്ക്ക് പോകും. വേറെ 2 പേര് അവന് 8 ലക്ഷം വീതം രൂപ കൊടുത്ത് അവനെ രക്ഷിച്ചു. അവന് പിന്നെ എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? കൊച്ചുമകള് തന്നെ അതിൻ്റെ മൂത്ത മകളുടെ മൂത്ത മോള് BSc നേഴ്സിംഗ് കഴിഞ്ഞു. 1 വർഷം പോലും ആയില്ല. അവൾക്ക് ഓൾ ഇന്ത്യ മെഡിക്കൽ സെൻറ്ററിലായിരുന്നു ജോലി ഡൽഹിയിൽ. അപ്പോൾ അവിടെ നിന്ന് ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു. അന്നേരം വലിയമ്മി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, ഇൻ്റർവ്യൂവിൽ പാസ്സാകാൻ 1 വർഷം 2 വർഷം എങ്കിലും ഉണ്ടെങ്കിലേ ഇൻ്റർവ്യൂവിന് എടുക്കുകയുള്ളൂ. അതുകൊണ്ട് വലിയമ്മി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, ഉടമ്പടിയിൽ എഴുതി കൊടുത്തു. അതിൻ്റെ പേരിൽ അവൾ ഇൻ്റർവ്യൂവിൽ പാസ്സായി. അവളുടെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കണം. എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദിയോടെ കരങ്ങൾ ഉയർത്തി ശക്തമായി അടിച്ചൊന്ന് മഹത്വപ്പെടുത്തട്ടെ. അടുത്താണ് ഷീജ ജോബൻ. ഇപ്പൊ സന്തോഷമാണോ? വളരെ സന്തോഷത്തോട് കോട്ടയത്തേക്ക് സന്തോഷം. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. കൊള്ളാം. എൻ്റെ പേര് ഷീജ. ഞാൻ ഇടപ്പള്ളിയിൽ നിന്നും വരുന്നു. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എൻ്റെ ചേച്ചി എല്ലാ മാസവും വരാറുണ്ട്. ഞാൻ കൃപാസന പത്രം വായിക്കുകയും നീലത്തിരി കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കുറച്ച് ദിവസം ചെല്ലുകയൊക്കെ ചെയ്തിരുന്നു. ഞങ്ങൾ വരാപ്പുഴയിൽ പുഴയുടെ തീരത്തായിട്ട് ഒരു പുതിയ വീട് പണിയുകയായിരുന്നു. കഴിഞ്ഞ 26-ാം തീയതി താമസിക്കാമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ അപ്പോഴാണ് വെള്ളപ്പൊക്കം എന്ന വൻ ദുരന്തം ഉണ്ടായത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ഡോർ പിടിപ്പിച്ചിരുന്നില്ല. പിന്നെ ജനൽ പാളികളെല്ലാം പോളിഷ് ചെയ്തതിനായി അഴിച്ച് തറയിൽ തന്നെ വച്ചിരിക്കുകയായിരുന്നു. കൂടാതെ പെയിൻറ്റിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം, ബാത്റൂം ഫിറ്റിങ്സ്, ഇലക്ട്രിക്കൽസ്, എല്ലാ സാധനങ്ങളും താഴത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് എല്ലാം പുഴയുടെ തീരത്തായ കാരണം ഭയങ്കര ഒഴുക്ക് ശക്തമായിരുന്നു. മതിൽ കവിഞ്ഞ് അകത്ത് ജനൽപ്പാളിയുടെ പൊക്കം വരെ വെള്ളമുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒലിച്ചു പോയിട്ടുണ്ടാവും എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ ഇത് കേട്ട് വളരെ വിഷമിച്ച് ഇരുന്ന് കരയുകയായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു, നീ വിഷമിക്കണ്ട, നീ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ നിനക്ക് ഇടവരുത്തണമേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചു.
മാതാവേ, ഇനി ഒന്നും രണ്ടാമത് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് നിവർത്തിയില്ല, ഒന്നും നഷ്ടപ്പെടാൻ നീ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ വെള്ളം ഇറങ്ങിയപ്പോൾ എല്ലാവരും കൂടി ചെന്ന് നോക്കിയപ്പോൾ മറ്റുള്ളവരുടെ പല സാധനങ്ങളും ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുണ്ടായി. എന്നാൽ ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും വെച്ച അതേ സ്ഥാനത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഒന്നിനും കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടുണ്ടായില്ല. കുറച്ച് ചെളി ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. എല്ലാം കഴുകി അത് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതായിരുന്നു. ഈ ഒരു വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ വിഷമിച്ചല്ല വരാപ്പുഴയിലെന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു വെള്ളപ്പൊക്ക ദുരന്തമുണ്ടായ ചാലക്കുടി അതിൻ്റെ ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. വലിയ ദുരന്തമായിരുന്നു അവിടേക്ക്. അപ്പോഴാണ് ഈ മകളുടെ എല്ലാം പോയി എന്ന് പറയുമ്പോൾ സഹോദരി പറഞ്ഞ്, നീ വിശ്വസിച്ചുകൊണ്ട് കൃപാസനത്തെ സാക്ഷ്യം പറയാമെന്ന് നീ മനസ്സിൽ നേരാൻ പറഞ്ഞു. അപ്പോഴും വെള്ളം അവരുടെ വീട്ടിലും കയറി. പക്ഷേ പല സ്ഥലത്തും ബെഡുകളും കട്ടിലും പിന്നെ TV, ഓട്ടോറിക്ഷ അവരെയൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. പക്ഷേ അവർക്കൊരു നഷ്ടവും വന്നില്ല. അതാണ് ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് യേശു പോകുമ്പോൾ ഉടനെ തന്നെ പറഞ്ഞ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് എന്താണ്? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് പറഞ്ഞ് ഈ സഹോദരിയുടെ സഹോദരി പറഞ്ഞു, നീ കൃപാസനത്തിൽ സാക്ഷ്യം പറയാമെന്ന് മനസ്സിൽ അങ്ങ് ചിന്തിക്കുക, വിശ്വസിക്കുക, ദൈവമഹത്വം ദർശിക്കാൻ സാധിക്കുക. കരങ്ങൾ ഉയർത്തി അങ്ങ് അടിച്ച് മാത്രപ്പെടുത്തട്ടെ. ലൈസാമ്മ ജോസഫ്, ജയ എസ്, അലനെ മേഴ്സി സാജൻ, ഇവർ റെഡിയായി നിൽക്കുക. മേഴ്സി സാജൻ, കൊല്ലം. എൻ്റെ പേര് ലൈസമ്മ ജോസ്. ഞാൻ കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. ഇപ്പം ഞാൻ വളരെ സന്തോഷവതിയായിട്ടാണ് എൻ്റെ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ജൂൺ 16 വരെ എൻ്റെ ജീവിതത്തിലുണ്ടായ ആ ദുരന്തങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ ഇന്നീ ഭൂമിയിൽ ഉണ്ടാകേണ്ടവളല്ല. എല്ലാവിധ സന്തോഷത്തിലും സ്ഥാനമാനങ്ങളിലും അത്യാവശ്യം സാമ്പത്തികത്തിലുമൊക്കെ ജീവിച്ച് വന്ന ഞാനൊരു റോമൻ കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർന്ന് കൂദാശകൾ സ്വീകരിച്ചു പോരുന്ന വ്യക്തിയായിരുന്നെങ്കിൽ പോലും എനിക്ക് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ, പ്രാർത്ഥനകൾ, സാക്ഷ്യം പറച്ചിലൊന്നും വലിയ താല്പര്യമുള്ള ആളല്ലായിരുന്നു. ഞാനൊരു പഞ്ചായത്തിൻ്റെ മെമ്പറും ചെയർപേഴ്സണും ഒക്കെ ആയിരുന്നു. പക്ഷേ അതിരമ്പുഴയിൽ വട്ടായിലച്ചൻ്റെയും മറ്റുള്ള ധ്യാനങ്ങളൊക്കെ നടക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള മെമ്പർമാർ ധ്യാനത്തിന് പോകുമ്പോൾ ഞാൻ നേരെ വീട്ടിൽ പോകും. ഞാൻ പറയുന്നത്, ഞാനും ഇങ്ങനെയുള്ള നല്ല പ്രവൃത്തികളല്ലേ ചെയ്യുന്നത്. പക്ഷേ ഈ അൾത്താരിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ രാഷ്ട്രീയ ജീവിതം 20 വർഷമായിട്ട് പാലിച്ചു പോരുന്നവളാണെങ്കിൽ പോലും 1 രൂപ പോലും, ഒരു കൈക്കൂലി പോലും ഞാൻ വാങ്ങിയിട്ടില്ല. പക്ഷേ നവംബർ 1 മുതൽ എൻ്റെ ജീവിതത്തിൽ അധപതനത്തിൻ്റെ നാളുകൾ ആരംഭിച്ചു. എൻ്റെ മോൻ കുവൈറ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവന് പഠനം കഴിഞ്ഞ് ജോലി കിട്ടിയപ്പോൾ മുതൽ യൂറോപ്യൻ കൺട്രീസിൽ ജോലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവൻ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ IELTS എഴുതി ഒരു മൊഡ്യൂളിന് 1/2 മാർക്കിന് തോറ്റുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നീ വിഷമിക്കണ്ട, ഏതായാലും ഇവിടെ നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരു മാസം എൻ്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് 50,000 രൂപ കിട്ടുന്ന ഒരു ജോലിയുണ്ട്. ഒരു 8 മക്കളുള്ള, അമേരിക്കയിൽ 8 മക്കളുള്ള ഒരു അമ്മച്ചി, 4 ആണും 4 പെണ്ണും. അമ്മച്ചി ആശ്രമത്തിൽ പോകില്ല, അങ്ങനെയൊന്നും നിൽക്കില്ല. അമ്മ ആരുടെയും ഒരു വീട്ടിലേ നിൽക്കുകയുള്ളൂ. ഒരു കണക്ഷൻസിൻ്റെ പുറത്ത് എന്നോട് ചോദിച്ചു, മെമ്പറെ ഒന്ന് നോക്കാമോ അമ്മച്ചിയെ. ഞാൻ അമ്മച്ചിയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മോൻ പോന്നാലും ഭർത്താവിൻ്റെ അത്യാവശ്യം ശമ്പളമുണ്ട്, ഈ അമ്മച്ചിയുടെ വരുമാനമുണ്ട്, മറ്റു സാധനങ്ങൾ വലിയ പ്രശ്നമില്ല. അപ്പോൾ മോനോട് 1 തീയതി മോൻ രാജിവെച്ചു. അമ്മച്ചിയെ നോക്കുന്നുണ്ട്. നവംബർ 28 എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നിടത്തുനിന്ന് എനിക്കൊരു ഫോൺ കോൾ വരുന്നു. പുള്ളിക്കാരൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്, എത്രയും വേഗം വരണം. എങ്കിലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പുള്ളിക്കാരൻ അങ്ങനെ ഒരു അസുഖം ഉണ്ടാകുമെന്ന്, അങ്ങനെ മദ്യപിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. മാസത്തിൽ 5 ദിവസത്തെ വീട്ടിൽ വരാറുള്ളൂ. പക്ഷേ അന്നേരമൊക്കെ പുള്ളിക്കാരൻ വളരെ സൈലൻ്റാണ്, കൂടുതലായും മദ്യപിക്കും എന്നെനിക്കറിയില്ലായിരുന്നു. ലിവർ സിറോസിസ് പിടിപെട്ട് പുള്ളിക്കാരൻ വളരെ അസന്നമായ അവസ്ഥയിലായിരുന്നു. ഞാൻ കോഴിക്കോട് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ
മെഡിക്കൽ കോളേജിന് കൊണ്ടുവന്നു. ട്രീറ്റ്മെൻറ്റിലിരിക്കുക ഡോക്ടർ പറഞ്ഞു 3 മാസമേ ഉള്ളൂ, കരളൊക്കെ വളരെ ഡാമേജ് ആയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോനും നവംബർ രാജിവെച്ചെങ്കിലും ജനുവരി 18-ാം തീയതി നാട്ടിൽ വരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സത്യത്തിൽ വരുമാനങ്ങളെല്ലാം നിലച്ചു. പുള്ളിക്കാരനെ നോക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ സ്ഥിരം നിൽക്കേണ്ടി വന്നതുകൊണ്ട് അമ്മച്ചിയെ എനിക്ക് പറഞ്ഞു വിടേണ്ടി വന്നു. അപ്പം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. എനിക്ക് എൻ്റെ അവസ്ഥ ശരിക്കും എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്നെ അറിയാവുന്ന പേഴ്സണൽ വ്യക്തികൾക്ക് മാത്രമേ എൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയത്തുള്ളൂ. 1-2 കുടുംബങ്ങൾ എന്നെ മിക്കവാറും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അവർ ചെറിയ സഹായിച്ചു. പിന്നെ ഉണ്ടായിരുന്ന ആശുപത്രിയിൽ കിടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ ചെയ്ത് അടുത്ത സ്റ്റെപ്പ്? പിന്നെ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നു. മോൻ നാട്ടിൽ വന്ന് IELTS എഴുതി വീണ്ടും ആ ഒരു മൊഡ്യൂളിന് മാത്രം 1/2 മാർക്കിന് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ആലപ്പുഴക്കാരനാണ്, വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് വിശ്വാസം കുറവുണ്ട്, അതുകൊണ്ടാണ് നിന്നെ ഇത്രയും നല്ല രീതിയിൽ നിന്ന് പെട്ടെന്ന് താഴോട്ട് വരുത്തിയത്, നീ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇനി കൃപാസനത്തിൽ വരാത്ത കുഴപ്പമുള്ളൂ, ഞാൻ മടുത്ത് എനിക്ക് വയ്യ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം അവൻ എക്സാം എഴുതുമ്പോൾ ജയിക്കും. അപ്പം സ്പീക്കിങ്ങിനൊക്കെ കൊച്ചിന് 7 കിട്ടുന്നത്. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയുകയാണ് സ്പീക്കിങ്ങിൻ്റെ ക്ലാസ് എടുക്കാൻ നിൽക്കാൻ പറയാം. അപ്പം ഇവൻ ഒരു മൊഡ്യൂളിന് മാത്രം ഈ 1/2 മാർക്ക് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു നിനക്ക് വിശ്വസിക്കാമെങ്കിൽ നിനക്ക് വേണ്ടി ഞാനിവിടെ വന്ന് നിന്നെക്കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചേക്കാം എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അവൻ ഇനി എക്സാം എഴുതുമ്പോൾ ജയിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അവൻ ഇത് പറഞ്ഞു 7ാമത്തെ ദിവസമായിരുന്നു അവന് തൃശ്ശൂർ വെച്ച് എക്സാം. അവൻ IELTS പാസ്സായി. അതോടുകൂടി എനിക്ക് ഭയങ്കര വിശ്വാസമായി. ജൂൺ 16-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എൻ്റെ ഭർത്താവ് ബെഡേൽ എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ ചിലപ്പോൾ മരിച്ചു പോകുമോ എന്നുള്ള അവസ്ഥയിലാണ്. അപ്പം തടസ്സങ്ങളെല്ലാം നീക്കി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ തിരിച്ചു ചെല്ലുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്നെ വിളിക്കണ്ട, ഞാൻ അത്രയ്ക്കും മാനസികമായി ടയേർഡാണ്. കാരണം നമുക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്ത ഒരവസ്ഥയിലാണ് നീ നിൽക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കാൻ പോകുന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ വിളിക്കരുത്, ഞാൻ തിരിച്ചു വന്നോളാം. അപ്പം പിള്ളേർക്ക് പേടിയായി, ഞാൻ വണ്ടിക്കല്ലേ പോകുന്നത്, അമ്മയ്ക്ക് ടെൻഷനാണ്, വണ്ടി മുട്ടിയോ ഇടിച്ചോ, ഇല്ല ഞാൻ യൂണിവേഴ്സിറ്റിയുടെ വാതൊക്കെ വണ്ടി വെച്ചിട്ട് ബസ്സിനാണ് പോകുന്നത്, പിള്ളേർക്ക് അതറിയില്ല. ഒരു 8-ഒക്കെയായി ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് വീടിൻ്റെ വാതിൽ തുറന്നു തരുന്നത് എൻ്റെ ഭർത്താവാണ്. എനിക്ക് ഭയങ്കരമായിട്ടും അത്ഭുതമായി. ഞാൻ ഓർത്ത് എൻ്റെ ഭർത്താവ് തന്നെയാണോ ഇത് കതവ് തുറന്ന് തരുന്നേ? കാരണം ഞാൻ മൊബൈൽ സൈലൻ്റ് ആക്കി വെച്ചിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുന്നോടെ വരെ മൊബൈൽ തുറന്ന് നോക്കിയിട്ടില്ല. കാരണം പുള്ളിക്കാരൻ പോയി കാണും. ആ ഒരു ഇത് തന്നെ ഞാൻ വരുന്ന ആ അവസ്ഥ ഞാൻ അങ്ങോട്ട് ഉൾക്കൊണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരന് ഒരു ദോഷം വരല്ലല്ലോ, എന്നെക്കൊണ്ട് ഉടമ്പടി പിടിച്ചേക്കാം, നേർച്ചക്കടം കിടക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ വന്നത്. ഭർത്താവ് കതവ് തുറന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമായി. എന്നോട് ചോദിച്ചു നീ എപ്പോഴും അവിടെ പോയി പ്രാർത്ഥിച്ച? 3 മണിയായപ്പോൾ എന്നെ ആരാണ്ടും വന്ന് കട്ടിലേന്ന് പൊക്കിയെടുത്തു. എണീക്കാൻ പറഞ്ഞ് ഞാൻ അങ്ങനെ എണീറ്റതാണെന്ന് പറഞ്ഞു. എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ ഈ സാക്ഷ്യങ്ങളെയൊക്കെ കളിയാക്കിയിരുന്നത് എന്നെ ദൈവം എനിക്ക് തന്ന വലിയൊരു അടിയാണ്. കാരണം ഞാൻ വന്ന് സാക്ഷ്യം പറയിപ്പിക്കണം. അപ്പോൾ തന്നെ മോൻ്റെ IELTS എക്സാം വന്നപ്പം കോളേജ് ക്ലോസ്ഡ് ആയി. കാനഡയിലൊക്കെ 6 മാസം കൂടുമ്പോൾ നിയമങ്ങൾ മാറും. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. എൻ്റെ ദൈവം എന്ത് ചെയ്യും? ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പം വീണ്ടും എനിക്ക് പ്രശ്നം വരുവാണല്ലോ. ഞാൻ രാത്രി പ്രാർത്ഥന ചൊല്ലി കടന്നു. 11:45 മോൻ വന്നിട്ട് പറയുന്നു അമ്മ ഒരു കോളേജ് ഓപ്പൺ ആയിട്ടുണ്ട്, മെസ്സേജ് വന്നിട്ടുണ്ട്, നാളെ CV അയക്കാനാണ് ഏജൻസിയിൽ നിന്ന് വന്നേക്കുന്നത്. കൊച്ചു പിറ്റേ ദിവസം CV അയച്ചു. അപ്പോൾ 45 ദിവസം വേണം ഒരു വിസയുടെ പ്രോസസ്സിങ്ങിന്. പക്ഷേ എല്ലാം ഞാൻ ആദ്യത്തെ ദിവസം ഇവിടെ ധ്യാനം കൂടിയിട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ മൊബൈൽ ഓൺ ചെയ്ത് നോക്കും. കൊച്ചു പറയുന്നു അമ്മേ നാളെ ഫീസ് അടയ്ക്കണം, GIC അടയ്ക്കണം. അപ്പം 14.5 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. പക്ഷേ 27 ലക്ഷത്തോളം രൂപ വേണം. ഗോൾഡൊന്നും അത്രയൊന്നും ഇനി കയ്യിലില്ല. പക്ഷെ ഞാൻ അമ്മയെ കൃപാസനം പ്രസാദപരം മാതാവേ അമ്മേ എന്നെ സഹായിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് 2 ആത്മാർത്ഥ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നതേ ഉള്ളൂ. അതിൽ ആ ഒരു സുഹൃത്തിൻ്റെ കുടുംബം ഇവിടെ വന്നിട്ടുണ്ട്. അവരെനിക്ക് 9 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിനും എൻ്റെ കൊച്ചിന് 1,36,500 ഫ്ലൈറ്റ് ടിക്കറ്റിന് പൈസയായി. അത് തന്നു. അവന് ഡ്രസ്സ് മേടിക്കാനുള്ള പൈസ തന്നു. അവൻ്റെ സർവ്വ കാര്യങ്ങളും നടത്തി 27-ാം തീയതി എൻ്റെ മോൻ കാനഡയ്ക്ക് പോയി. അതാണ് എൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും സാക്ഷ്യം. എൻ്റെ ഭർത്താവിൻ്റെ
സൗഖ്യവും എൻ്റെ മോൻ്റെ കാടിനടയ്ക്ക് പോക്കും. മൂന്നാമത് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ മോള് എല്ലാവരുടെയും ഒപ്പം വരുന്ന ഒരു കുട്ടിയല്ല, ഇച്ചിരി സ്ലോയാണ് പഠനത്തിലൊക്കെ, +2 കഴിഞ്ഞു. അപ്പോൾ അവൾക്ക് ഇനി എൻ്റെ പുറകെ നടത്തരുതെന്ന് എല്ലാവരും പറയുന്നു. എൻ്റെ കൂടെ നടന്ന് അവൾക്ക് വീണ്ടും കഴിവ് കുറയും, മാറ്റി താമസിക്കുക. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കൊച്ചിന് പറ്റുന്ന രീതിയിലുള്ള തൊടുപുഴ ശാന്തിഗിരി കോളേജ് CMI അച്ഛന്മാർ നടത്തുന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടി. നല്ല നമ്മുടെ കൃപാസനം പ്രസാദപര മാതാവിനെ പോലെ തന്നെ ശാന്തതയുള്ള ഒരു മദറിനെ ഹോസ്റ്റൽ വാർഡനായിട്ട് കിട്ടി. ഇന്നലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി അവിടെ ഏൽപ്പിച്ചു. രാവിലെ പോകുന്ന വഴിക്ക് അവളെ വിളിച്ച് അവൾ സുഖമായിട്ടിരിക്കുന്നു. നാലാമത് ഞാൻ പ്രാർത്ഥിച്ചത് ഞാനുമായിട്ട് അമേരിക്കൻ സിറ്റുവേഷൻസ് ഇപ്പോൾ ഉള്ള ഒരു ഫാമിലി ഫ്രണ്ടാണ്, ഞങ്ങളുടെ ലാൻഡ് ഓണറാണ്. അവരുമായിട്ട് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഫാമിലിയിലും പ്രശ്നമാണ്, എല്ലായിടത്തും പ്രശ്നമാണ്. പുള്ളിക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചു. പുള്ളിക്കാരനുമായിട്ട് ഇപ്പം വളരെ നല്ല സൗഹൃദത്തിൽ പോകുന്നു. ആർക്കാ വേണ്ടിയാ പ്രാർത്ഥിച്ചത്? എന്തോ അമേരിക്കയിലുള്ള ആരാണ്? അതെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. ഫാമിലി ഫ്രണ്ടാണ്. അവർക്ക് അവരുടെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നമാണ്, കോടികളുടെ സ്വത്താ. പക്ഷേ ആ ചേച്ചി നമുക്ക് അതൊന്ന് ചുരുക്കി പറഞ്ഞാവുന്ന പറഞ്ഞു അല്ല കാര്യം വിശദീകരിക്കേണ്ടെന്ന് പറയാം. അപ്പോൾ അവരുടെ ഫാമിലിയിൽ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര കോടിക്കണക്കിന് സ്വത്തുണ്ട്. ചേച്ചിക്ക് ഞാൻ ഇവിടുന്ന് തൈലവും തിരിയും പത്രവും അമേരിക്കയിൽ എത്തിച്ച് അത് അവിടെ ചെന്ന് അപ്പം ചേച്ചി പ്രാർത്ഥിക്കുന്ന മാതാവിനെയൊക്കെ പുള്ളിക്കാരനെടുത്ത് ഒളിച്ചു വെക്കും, കട്ടിലടിക്കലൊക്കെ പ്രാർത്ഥിക്കാതിരിക്കാൻ. എന്നിട്ട് ഇത് അവിടെ ചെന്ന് എങ്ങനെയാലും പുള്ളിക്കാരനെ എണ്ണയാലും തല വരത്തക്ക രീതിയിൽ കൊടുക്കാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരുടെ കുടുംബത്തിൽ ഭയങ്കര ശാന്തതയായി. പിന്നെ ഞാൻ അഞ്ചാമതായിട്ട് വെറുതെ 6 നിയോഗം വെക്കണമല്ലോ, എനിക്ക് ശരിക്കും ഈ 4 നിയോഗം പെട്ടെന്ന് സാധിച്ചാൽ മതി. അഞ്ചാമതായിട്ട് ഞാൻ എഴുതി ഞാൻ ANM കോഴ്സ് പഠിച്ച ആളാണ് 90-92. 26 വർഷമായിട്ട് എനിക്ക് ഈ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല, രാഷ്ട്രീയ ബന്ധം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നം വന്നപ്പോൾ ഞാൻ 3-4 ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി ബയോഡേറ്റ കൊടുത്തു. അപ്പം നമ്മുടെ നാട്ടിലുള്ള അടുത്തുള്ള ഹോസ്പിറ്റലുകൾ എന്നോടുള്ള ബന്ധത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പുറത്ത് ജോലി തരാമെന്ന് പറയുന്നതല്ലാതെ ആരും വിളിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുക എൻ്റെ ഫ്രണ്ട് യൂറോപ്യൻ കൺട്രീസിലുണ്ട്. അവളുടെ ഭർത്താവിനെ കാണുകയും അവളുടെ കാര്യങ്ങൾ പറയും. അവളുടെ ഫോൺ നമ്പർ എനിക്ക് കിട്ടി. ഞാൻ വാട്സാപ്പിൽ അവളുമായിട്ട് പരിചയപ്പെട്ടു, വീണ്ടും ബന്ധം പുതുക്കി. അവൾ എനിക്ക് വിസ ഈ മാസം 25-ാം തീയതിയിലേക്ക് എനിക്ക് വിസയുടെ പ്രോസസ്സിങ് നടക്കുന്ന 25-ലേക്ക് ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ടിക്കറ്റ് 25-ന് ഞാൻ പോകുമെന്ന് ഉറപ്പാണ്. മാതാവ് എന്നെ വിടും. പക്ഷെ ഞാൻ ആഗ്രഹിക്കാത്ത കാര്യം, ഒരു വിസ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് മാതാവ് 2 വിസ തന്ന് അനുഗ്രഹിച്ചു. ഇനി ബാക്കി 5-ാമത് വെച്ചിരിക്കുന്ന നിയോഗം എൻ്റെ മോനും പോയി ഞാനും പോയി കഴിയുമ്പോൾ സാധിക്കുന്ന ഒരു നിയോഗം തന്നെയാണ്. അത് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. എന്നേലും ഞാൻ തിരിച്ചു വരും എൻ്റെ മാതാവിൻ്റെ സന്നിധിയിൽ, അപ്പോൾ ഞാനത് വെളിപ്പെടുത്തും. പിന്നെ ഞാൻ 25ഓളം കുടുംബങ്ങളെ ഈ ജൂൺ 16 മുതൽ ഇവിടെ കൊണ്ടുവരാനും ഞാൻ എല്ലാ ആഴ്ചയിലും ഈ കൃപാസനത്തിലുണ്ട്. ആരെങ്കിലും വോളണ്ടിയേഴ്സ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ ആഴ്ചയിലും ഒരു ഫാമിലിയായിട്ട് ഞാൻ ഈ കൃപാസനത്തിലുണ്ട്. ഈ ജൂൺ മുതൽ ഇത് 10ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവിടെ ധ്യാനത്തിന് വരുന്നത്. ഞാനിനി അടുത്ത ചൊവ്വാഴ്ചയും വരും, പിന്നത്തെ ചൊവ്വാഴ്ചയും വരും. കാരണം എനിക്ക് കുറേ നാൾ കൂടാൻ പറ്റില്ല. ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ല, വീട്ടിലെ പണികളെല്ലാം ഈ സഹോദരി എന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തക, പഞ്ചായത്തിലെ മെമ്പർ, ചെയർപേഴ്സൺ, ഇതൊക്കെ ആയപ്പോൾ ഒരു കൊമ്പുണ്ടായിരുന്നു, അഹങ്കാരത്തിൻ്റെ ഒരു കൊമ്പുണ്ടായിരുന്നു. അപ്പം ഈ കൊമ്പെന്ന് പറയുന്നത് കാരണം അവർക്കെന്ന് പറയുന്നത് ഈശോയ്ക്ക് ഇതെല്ലാം ഇവിടെ പള്ളിയിലും പട്ടക്കാരും അല്ലെങ്കിൽ അവിടെയൊക്കെ നടക്കുന്നതിനേക്കാളും മോശമില്ലാത്ത വിധത്തിലുള്ള പ്രവർത്തനങ്ങളല്ലേ ഞാൻ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നീതിമാനാണെന്നുള്ള രീതിയിലായിരുന്നു നടന്നിരുന്നത്. പക്ഷേ ഈ മകൾ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നെന്നുള്ള ദൈവത്തിനറിയാം. ദൈവത്തിന് തള്ളിക്കളയണമെന്നല്ല, ഈ മകളുടെ ആത്മാവിനെ രക്ഷിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. അതിനുവേണ്ടിയാണ് ചില തകർച്ചകൾ കൊടുത്ത്. അപ്പം പള്ളി ധ്യാനത്തിൽ പോവുക, ധ്യാനം കൂടുമ്പം തിരിഞ്ഞു നടക്കുക, ഇതൊക്കെ ഞാൻ സാമൂഹ്യ പ്രവർത്തകൻ, എനിക്കിതൊന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ആ കൊമ്പങ്ങ് ഒടിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്, ആ ഭർത്താവിന് മരിച്ചു പോയെന്ന് വിചാരിച്ച ഭർത്താവിന് എന്ത് കൊടുത്ത്? വീണ്ടും ആരോഗ്യം കൊടുത്തു. മകന് പിന്നെയും വീസ നല്ല രീതിയിൽ കൊടുത്ത്. ഇവർക്ക് തന്നെ ഇപ്പം വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് പോകാത്ത അവരിപ്പം വിദേശത്ത് പോയി പറ്റിയ കോഴ്സുമാണ് അവർക്ക്. ഈ സഹോദരിക്ക് പറ്റിയ ഇണങ്ങുന്ന ഒരു കോഴ്സ്, അതിനനുസരിച്ചുള്ളൊരു ഇത് കിട്ടുക. അപ്പം ദൈവം കൊടുത്ത എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കൊടുത്തതെന്ന് നോക്കണം. അതാണ് ജെറമ്യായുടെ 30:17 പറയുന്നത്. എന്താ പറയുന്നത്? ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ ഞാൻ സൗഖ്യപ്പെടുത്തും. വാരിക്കോരി ആണ് കൊടുത്തത്. ഇനിയും ഈ സഹോദരി ഇവിടെ വരേണ്ടതുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നമുക്ക് അന്ന് പറയാം. നമുക്ക് കരങ്ങൾ ഉയർത്തി അടിച്ചെന്ന് മഹത്വപ്പെടുത്തുകയെ.
അത് മതി സാറേ, അത് പിന്നെ പറയാം, ഞാൻ പ്രാർത്ഥിച്ചോളൂ. ജയസ് മേഴ്സി സാജൻ, കൊല്ലം. പെട്ടെന്ന് വരിക. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. എൻ്റെ പേര് ജയ, ഞാൻ സ്ഥലം മേനംകുളം. സ്ഥലം മേനംകുളം, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഞാൻ വന്നത് എനിക്ക് ആ കഴുത്ത് തേയ്മാനം വരുന്നു. കഴുത്ത് തേയ്മാനം വരുന്നു. ഞാൻ ബാഗെല്ലാം തൂക്കുമ്പോഴത്തേക്ക് തേയ്മാനം വരുന്നു. രണ്ട് സൈഡിലും ബാഗ് തൂക്കി കഴിഞ്ഞാൽ നീരിങ്ങനെ കട്ടയ്ക്ക് നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ കൈ എടുക്കാൻ പറ്റില്ല. ഒരു ഗ്ലാസ് ചായ എടുക്കണമെങ്കിൽ അടുത്ത കൈ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ചായ കൊണ്ടുപോയി ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുള്ളായിരുന്നു. അതിവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതോട് അന്ന് തന്നെ ഞാൻ കിടക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ പ്രസാദപര മാതാവ് എൻ്റെ അടുക്കൽ വരികയും വന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന അടുത്ത് വന്നിട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ എൻ്റെ അടുക്കൽ വന്നിട്ട് പറയണം, നിനക്ക് ചുറ്റും ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ട്, നീ അത് പ്രകാരം നിനക്കെല്ലാം ഞാൻ തരുമെന്ന് പറഞ്ഞിട്ട് അതാണ് ഞാൻ കേട്ടത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ണ് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് അവിടെ ആരുമില്ല. പിന്നെ ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും കിടന്ന് പിന്നീട് ഇവിടെ വന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് എൻ്റെ ഒരു വിരൽ ഭയങ്കരമായിട്ട് വേദനയായിരുന്നു. ആ വിരൽ ഞാൻ എൻ്റെ മാതാവേ ഇത് എന്തൊരു വേദന ഇത് ഞാൻ അറിയാതെ പറഞ്ഞു പോയി. പക്ഷേ അത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ആ വേദന ഇല്ല. അതിനുശേഷം എൻ്റെ കൈകളിൽ എനിക്ക് ചായ എടുക്കുക എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാൻ പ്രാപ്തയായി. പിന്നെ എനിക്ക് ഈ പത്രം ആദ്യമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു കുട്ടിയാണ് തന്നത്. അത് പറഞ്ഞ് ഈ ചേച്ചിയുടെ കുഞ്ഞിന് സുഖമില്ലാത്തതല്ലേ, ഇത് വെച്ച് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ പത്രം വായിച്ചിട്ട് പറഞ്ഞ് ഒത്തിരി കർത്താവിൻ്റെ ഫലങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഒരു വണ്ടിയുടെ ലൈസൻസിന് പോകുന്നുണ്ട്. 2 പ്രാവശ്യം പോയപ്പോൾ ഫെയിൽഡായിപ്പോയി. ഇനി ഇതിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും അമ്മയുടെ നടയിൽ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ഞാൻ ആ പ്രാർത്ഥന ഞാൻ ഈ പറഞ്ഞിട്ട് ഞാൻ പോണില്ല. 2 പ്രാവശ്യം ഫെയിൽഡായപ്പോൾ എനിക്ക് നാണക്കേട്ടുകൊണ്ട് പോകാതിരുന്നു. ആ വഴിക്ക് ഞാൻ പോകുന്ന വഴിക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ പറയണ്ടേ, നീ പൈസ ചിലവാക്കിയതല്ലേ, നീ വന്ന് ഒന്നും കൂടി ടെസ്റ്റ് എടുത്ത് നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും അങ്ങനെ പോയി ടെസ്റ്റ് എടുത്തപ്പോഴത്തേക്കും എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ സൂപ്പറായിട്ട് പോയിട്ട് ഞാൻ എനിക്ക് മുമ്പേ പോയ വണ്ടി 3 വണ്ടി ഒരുമിച്ചിടിച്ച്. അതായത് ഒരു വണ്ടി ഇങ്ങനെ പോയി അടുത്ത ബാക്കിൽ നിന്ന് ഞങ്ങൾ ഓവർടേക്ക് ചെയ്തിരുന്ന വണ്ടി അതിലിടിച്ച് അതിൻ്റെ ബാക്കിൽ നിന്ന് വന്ന് അതിൻ്റെ കൂടെ 3 കൂടെ വന്ന് വീണ്. അത് കണ്ടിട്ടാണ് ഞാൻ പോണത്. പക്ഷേ എങ്ങനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടാ ഒരു ഭയവും ഇല്ലാതെ ഞാൻ ആദ്യം അത് നല്ല ഇതായിട്ട് എനിക്കുള്ളത് പോവുകയും ചെയ്ത് എനിക്ക് ലൈസൻസ് കിട്ടുകയും ചെയ്ത്. പിന്നെ എൻ്റെ മകന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡെങ്കി ഫീവർ വന്ന് ആദ്യം പനി വന്ന് ആശുപത്രിയിലായി, കൗണ്ട് കുറഞ്ഞ്. അപ്പോൾ 7 ദിവസം കഴിയുമ്പോഴേ ഇത് ഡെങ്കി മാറുകയുള്ളെന്ന് പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞ് പെട്ടെന്ന് മോന് ഭയങ്കര ഛർദ്ദലും തലവേദനയും സഹിക്കാൻ വയ്യാതെ ഭയങ്കര നിലവിളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉടനെ അവർ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി 2 ദിവസം അവർ ടെസ്റ്റ് ചെയ്യാവുന്നിടത്തോളം ടെസ്റ്റ് ബ്ലഡ് എടുത്ത് എപ്പോഴും ഉറങ്ങാൻ പോലും ഞങ്ങൾക്ക് സമയമില്ല. അത്രയ്ക്ക് കൊണ്ട് ഓടാനേ നേരമുള്ളായിരുന്നു. എന്നിട്ട് മോനെ കൊണ്ട് അപ്പോഴാണ് ഞാൻ തലയിൽ ഇങ്ങനെ പിടിച്ചിട്ട് കരയായിരുന്നു. അമ്മേരോട് എനിക്കിനി ജീവിക്കണോ അമ്മ, ഇനി ഞാൻ അമ്മേരോട് ജീവിക്കില്ല അമ്മ, എനിക്ക് ഒട്ടും പോയി തന്നെ തലമുടി പിടിച്ച് വലിച്ച് ഭയങ്കരമായിട്ട് അവൻ കരച്ചിലായിരുന്നു. എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ കെട്ടിപ്പിടിച്ച് തല ഇങ്ങനെ കിടത്തിയിട്ട് ഞാൻ തലയിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അമ്മയെ പ്രാർത്ഥിച്ച്. അമ്മയെ ഞാൻ 3 ജില്ലയിലാണ് ഞാൻ പറഞ്ഞത്. തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല, അത് കഴിഞ്ഞ് ആലപ്പുഴ ജില്ലയിൽ ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്നവളാണ് ഞാൻ. എൻ്റെ കുട്ടിയെ വന്ന് എൻ്റെ കുട്ടിയെ രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ മോൻ വേദന കൊണ്ടങ്ങ് ചെറിയ ഒരു മയക്കത്തിൽ വീണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ മോൻ സ്വപ്നമാണ് എങ്ങനെയാണ് കാണുന്നത്, ഒരാൾ ഒരു വണ്ടിയിൽ സ്പീഡിൽ വന്ന് ഇറങ്ങി. ഒരു സെക്യൂരിറ്റി വേഷത്തിലാണ്, നീല ഡ്രസ്സൊക്കെ ഇട്ടാണ് വരുന്നത്. ഒരു പെട്ടി കയ്യിലുണ്ട്. ലിഫ്റ്റിൽ കയറിയപ്പോൾ അടുത്ത് നിന്ന ആൾ ചോദിക്കുകയാണ്, ഈ പെട്ടിയിൽ എന്തോന്ന്? അവൻ പറഞ്ഞു, ഇത് ഞാൻ ഇവിടെ കുറച്ച് പാവപ്പെട്ടവരുണ്ട്, അവർക്കുള്ള മരുന്നാണ് ഇതിലെന്ന്. അങ്ങനെ ആൾ ലിഫ്റ്റ് നിർത്തിയപ്പോൾ ഇറങ്ങി പെട്ടെന്ന് എൻ്റെ മോൻ്റെ അടുക്കൽ വന്ന് നിന്ന് ഒന്ന് കറങ്ങിയതും എൻ്റെ മോൻ പറഞ്ഞു, അമ്മ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം എന്തോ കണ്ടമ്മ. ഞാൻ പറഞ്ഞു, മക്കളെ ഈശോ എൻ്റെ പ്രാർത്ഥന കേട്ടതായിരിക്കും എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ
ഇങ്ങനെ ഞാൻ പറഞ്ഞു തീർന്നതും അവിടുത്തെ മെയിൻ ഡോക്ടർ ഓടി വന്ന് എന്ത് ഇങ്ങനെ പിടിച്ച് കരയണ എന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇങ്ങനെ തല പൊട്ടണ വേണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരയണ് എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇപ്പം ശരിയാവും അമ്മ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത് നിന്ന ഡോക്ടറിന് ഓവർഡോസ് മരുന്നാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇത് തലച്ചോറിൽ പഴുപ്പ് കയറിപ്പോയി. ഇത് ഇപ്പം ഈ പനി വന്നതിൽ അമ്മയ്ക്ക് ഈ മകനെ കിട്ടി, ഇല്ലെങ്കിൽ എൻ്റെ മകനെ കിട്ടൂലെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ഇത്രയുള്ളൊരു ചെറിയ ട്രിപ്പായിരുന്നു, അത് കൊടുത്ത് തീർന്ന് ഇത്രയും ദിവസമായിട്ട് എൻ്റെ മോന് ഒരു തലവേദനയോ ആ പനിയോ ഒന്നുമില്ല. ഇപ്പം എൻ്റെ മോൻ സുഖമായിട്ട് ഇവിടെ വന്ന്. പിന്നെ എൻ്റെ ഭർത്താവ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഞങ്ങൾ പോകുമ്പോൾ രാത്രി 11 മണിയായി വീട്ടിലെത്തുമ്പോൾ. ആ വീട്ടിലെത്തുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് കയറ്റിയില്ല. നീ 11 മണി വരെ എത്ര നേരം നിനക്ക് എന്തൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞ് പ്രാർത്ഥന എന്നെ കയറ്റാതെ നിർത്തിയിരുന്നു. എന്നിട്ട് ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവിനെ സമാധാനം കൊടുക്കണേ എൻ്റെ ഭർത്താവിന് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അവിടെ എൻ്റെ ഭർത്താവ് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജായാലും എന്ത് സാധനമായാലും അടിച്ച് പൊട്ടിച്ചാലേ സമാധാനം വരുള്ളൂ. അങ്ങനെ എല്ലാ സാധനവും നശിപ്പിക്കും. അങ്ങനെ ഞാൻ ഇവിടെ അച്ഛനെ കാണാൻ എൻ്റെ മോക്ക് SLE എന്ന വാദത്തിൻ്റെ രോഗവും കിഡ്നിക്ക് പ്രശ്നമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നത്. പക്ഷെ അത് സൗഖ്യപ്പെടുത്തും. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് മാതാവ് എന്നെ അമ്മയുടെ നടയിൽ വന്നത്. എൻ്റെ ഭർത്താവ് ഇങ്ങനെയായ എനിക്ക് എങ്ങനെ വന്ന് പ്രാർത്ഥിക്കാൻ കഴിയും എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം എൻ്റെ ഭർത്താവ് ശാന്തയാണ്. ഇപ്പം ഞങ്ങളെ ബസ്സിൽ കൊണ്ടുവന്ന് ഞങ്ങളെ രാവിലെ 5 മണിക്ക് മുമ്പേ കൊണ്ടുവന്ന് ഞങ്ങളെ ബസ് സ്റ്റോപ്പിലാക്കും. അതുപോലെ രാത്രി 9:30 ആകുമ്പോൾ ഞങ്ങൾ കണിയാപുരത്ത് എത്തുമ്പോൾ വിളിച്ച് പറയും ഞങ്ങളിവിടെ എത്തിയെന്ന്. അപ്പോഴത്തേക്കും കഴക്കൂട്ടത്ത് വന്ന് ഞങ്ങളെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി ചെയ്യും. ഇനി എൻ്റെ മോക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ മോളെ SLE രോഗം മാറണം. പിന്നെ അവളെ SLE എന്നുള്ള ഒരു വാദരോഗമാണ്. അത് പക്ഷെ ഒരു കഠിനമായിട്ടുള്ളൊരു വാദമാണ്. ആ രോഗം മാറ്റിത്തരാനും അത് മൂത്രത്തിലൂടെ രക്താംശം അത് മാറ്റിത്തരാനും എല്ലാവരും അപേക്ഷിക്കണം. ഇത്രയും വലിയ അത്ഭുതങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നത് അല്ലേ? നിങ്ങൾ അക്രൈസ്തവയാണ്? അതാണ് ഞങ്ങൾ ഹിന്ദു ഹൈന്ദവ ജാതിക്കാരാണ്. ഹിന്ദുവാണ്, ഹൈന്ദവ സഹോദരാണ്. അവരുടെ വിശ്വാസം നോക്കുന്നത് അവർക്ക് ദർശനത്തിലൂടെ കിട്ടി. മകനും സ്വപ്നം കാണുകയാണ്. അതായത് തലച്ചോറ് പഴുത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഡെങ്കിപ്പനി വരുന്ന ആ ലാസ്റ്റ് സ്റ്റേജാണ്. പിന്നെ അവർക്ക് വൈദ്യശാസ്ത്രത്തിന് പോലും മരുന്നില്ല. എങ്കിലും പറഞ്ഞ് നമുക്ക് അവസാനമായ ഒരു കൈ നോക്കാം. അപ്പോൾ അദ്ദേഹം ഒരു ഡോസ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പം മകൻ ദർശനം കാണുകയാണ്. ഒരു ആൾ മരുന്നുമായിട്ട് ഇവിടെ ഓടിയെത്തുന്നെന്ന് നോക്കണേ. ആ അമ്മയുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. ഇതൊക്കെ എന്ന് പറയുന്നത് അവരുടെ ആ വിശ്വാസമാണ്. ഭർത്താവ് പുറത്ത് കയറ്റാതെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നിട്ട് തിരുവനന്തപുരത്ത് തിരിയുമ്പോൾ 11 മണിയാവും. അപ്പോൾ അത്രയും നിന്നപ്പോൾ തന്നെ നിങ്ങൾ പുറത്ത് നിന്നേ മതി എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം സഹിച്ച് വിശ്വാസത്തോടു കൂടിയുള്ള ആ അമ്മയ്ക്ക് കിട്ടിയ പ്രതിഫലമാണ് മകനെ തിരിച്ച് ജീവനോട് കൊടുത്ത് ഭർത്താവ് ഇപ്പോൾ വലിയ വിശ്വാസത്തോട് ശാന്തനായി വരുന്നു എന്നത്. ഈ നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം അനുഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? അനുഗ്രഹിക്കും മകളെ, നിങ്ങളെ അനുഗ്രഹിക്കും. മകൻ്റെ പേരെന്താണ്? മകൻ പറയട്ടെ. മിഥുന് ഇപ്പൊ എന്ത് തോന്നുന്നു? ഈ ആരാ സൗഖ്യപ്പെടുത്തിയത്? ഈശോയാണ് സൗഖ്യപ്പെടുത്തത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ. അവൻ കറക്റ്റ് ഉത്തരം പറഞ്ഞ് ഈശോയാണ് സൗഖ്യപ്പെടുത്തിയത്. നോക്കണേ അവരുടെ വിശ്വാസം. നമുക്ക് കരങ്ങൾ ഉയർത്തി അടിച്ചെന്ന് ഈ മക്കളെ ഒന്ന് വാർത്തപ്പെടുത്താം. നമുക്ക് ആ മകളുടെ കുടുംബത്തെ, ആ മകളെ, ആ വാദ രോഗം പിടിച്ചിരിക്കുന്ന അവരെ ഒന്ന് സമർപ്പിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല. എത്രയോ ലക്ഷങ്ങളാണ് ഇവിടെ വന്ന് സൗഖ്യം പ്രാപിക്കുന്നത്. ആ മകൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടു കൂടി പോവുക. ഇവിടെ മോനെ, നിനക്ക് സന്തോഷമായി. അപ്പം പോയിക്കോ. മേഴ്സി സാജൻ. എൻ്റെ പേര് മേഴ്സി സാജൻ. ഞാൻ കൊല്ലം പാവുമ്പ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ നിൽക്കുന്നത്, എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാം പാസ്സായാൽ മാത്രമേ എനിക്ക് വിദേശത്ത് പോകാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനെ ഒന്ന് കാണണമായിരുന്നെന്ന്. അങ്ങനെ ഞങ്ങൾ 3 മാസം കഴിഞ്ഞ് അച്ഛനെ കാണാൻ ഞങ്ങൾ ഇതേ അൾത്താരയിൽ വന്നു.
അങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ നിനക്ക് വിദേശത്ത് പോകാനായിട്ട് യാതൊരു വിധത്തിലുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. നീ എക്സാമിനും ഇൻ്റർവ്യൂവിനും നീ ഫെയിലാവുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ദൈവമേ, ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ട് ഞാനിവിടെ വന്നിട്ട് ഒരു മാക്സിമം ഒരു 7.5 ലക്ഷത്തോളം രൂപ ഞാൻ ചിലവാക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ അൾത്താരയും താഴോട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയപ്പം അച്ഛനെന്നെ തിരികെ വിളിച്ചിട്ട് പറഞ്ഞു, ഉടമ്പടിയുടെ കാശ് രൂപ നിൻ്റെ കയ്യിൽ നീ എടുത്തുകൊണ്ട് നീ എക്സാം ഹാളിലും ഇൻ്റർവ്യൂ ഹാളിൽ നീ പ്രവേശിക്കുകയാണെങ്കിൽ നീ തീർച്ചയായിട്ടും നീ പാസ്സാകും എന്ന് ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് എന്നാണോ നിനക്ക് ഇൻ്റർവ്യൂ ആ ദിവസം ഞാനിവിടെ പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്കൊരു വലിയ ഡൗട്ട് തോന്നി, അതെങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് പോലും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, പിന്നെ എങ്ങനെ അച്ഛൻ അത് അറിയുമെന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ പ്രാർത്ഥനയെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര ദുഃഖത്തിലായി. അങ്ങനെ എനിക്ക് ഓഗസ്റ്റ് 22-ാം തീയതി എനിക്ക് ഡേറ്റ് തന്ന്. അങ്ങനെ ഞാൻ പിന്നെ മുംബൈയിൽ പോയി. 21-ാം തീയതി രാവിലെ ഞാൻ ഇവിടെ വിളിച്ചു. ഞാൻ പറഞ്ഞ് ഞങ്ങൾ 10 പേര് ഇൻ്റർവ്യൂവിനായിട്ട് നാളെ രാവിലെ കയറാൻ പോവാൻ, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ 22-ാം തീയതി രാവിലെ എൻ്റെ മനസ്സിൽ പറയുന്നു, നീ പത്രം എടുത്ത് വെച്ച് കഴിക്കുക. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു, നീ ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 21-ാം തീയതി രാവിലെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞു. 22-ാം തീയതി രാവിലെ ഞാൻ പത്രം എടുത്ത് വെച്ച് ഞാൻ കഴിച്ച്. അപ്പോൾ ഞങ്ങൾക്ക് 21-ാം തീയതി ഞങ്ങളുടെ ഇൻസ്ട്രക്ഷൻ തന്നായിരുന്നു, ഒരു കാരണവശാലും വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇൻ്റർവ്യൂ ഹാളിൽ കൊണ്ടുപോകാൻ പാടില്ലെന്ന്. പിന്നെ മാരേജ് കഴിഞ്ഞവർക്ക് പിന്നെ റിങ്സും അവരുടെ മാലയും ഉപയോഗിക്കാം, പക്ഷേ അതിൽ താലി കാണാൻ പാടില്ലെന്ന്. അങ്ങനെ ഞാൻ ഭയങ്കര ദുഃഖത്തിലായി. അപ്പോൾ എനിക്ക് ഒരു കാരണവശാലും പത്രം കൊണ്ടുപോകാനും പറ്റത്തില്ല, എൻ്റെ കാശ് രൂപ എടുക്കാനും പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ദുഃഖത്തിലായി. രാവിലെ ആയപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞ്, മാതാവേ, ഞാൻ ഈ പത്രവും ഈ കാശ് രൂപവും ഞാൻ കൊണ്ടുപോകും, പക്ഷെ അവിടെ വെച്ച് ചെക്കിങ്ങിൽ എന്നെ പിടിച്ചാൽ ഞാൻ റിജക്റ്റായി പോകും, അതിന് നീ ഇടവരുത്തരുത്. അങ്ങനെ ഞാൻ പത്രം എടുത്ത് ഒരു മുറിയെടുത്ത് കഴിക്കുകയും കാശ് രൂപ എടുത്ത് എൻ്റെ പിന്നെ മാലയിലെ താലി ഊരി മാറ്റി അതിലിട്ട് ഞാൻ എൻ്റെ ബാക്ക് വശത്തോട്ടിട്ട്, കാര്യം അതാകുമ്പോൾ കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ എവിടെയെല്ലാം എനിക്ക് പത്രം എടുത്ത് വെക്കാൻ പറ്റുമോ അവിടെയെല്ലാം ഞാൻ വെച്ചു. പിന്നെ എൻ്റെ പാസ്പോർട്ട് ഞാൻ രാവിലെ എടുത്ത് ഇവിടുത്തെ ഉടമ്പടിയുടെ ഉപ്പെടുത്ത് ആരും കാണാത്ത രീതി പാസ്പോർട്ടിൻ്റെ ഇടയിലോട്ട് ഞാൻ ഇട്ട്. ഞാൻ പറഞ്ഞു, മാതാവേ, ഈ പാസ്പോർട്ട് മാഡത്തിൻ്റെ കയ്യിലെത്തുമ്പോൾ തിരിച്ചെനിക്ക് തരരുത്, തിരിച്ചെൻ്റെ ജോബ് ഓർഡറായിട്ടായിരിക്കണം എനിക്ക് ഈ പാസ്പോർട്ട് തിരികെ കിട്ടാൻ എന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ ആ ഉപ്പും ഞാൻ അതിലിട്ടിട്ട് ഞാൻ ഈ എൻ്റെ മോതുമോതിരത്തിൻ്റെ ഇടയിൽ എൻ്റെ പത്രവും തിരികെ വെച്ച് ഞാൻ ഇൻ്റർവ്യൂ ഹാളിൽ കയറി ഞാൻ എൻ്റെ ഇച്ചായനോട് പറഞ്ഞു, ഇച്ചായ, എനിക്കിത് കിട്ടത്തില്ല, 100% എനിക്ക് ഉറപ്പുണ്ട്. ഒരു 3 മണിയായപ്പോൾ എന്നെ വിളിച്ച് ഞാൻ കയറി. ആ നിമിഷം മുതൽ ആ മാഡത്തിന് എനിക്കറിയാൻ വയ്യ, ഞാൻ വേറെ ആരെയും ഞാൻ കാണുന്നില്ല. ഞാൻ മാഡത്തിന് മുമ്പിൽ ഞാൻ നിൽക്കുമ്പം എന്നോട് 35ഓളം ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ച് അതിൽ ഹീബ്രു ലാംഗ്വേജിലാണ് ഈ ക്വസ്റ്റ്യൻ എല്ലാം ഞങ്ങൾ പറയേണ്ടത്. ആ നിമിഷം മുതൽ ഞാൻ ഓർത്ത ഒരു ക്വസ്റ്റ്യനും അല്ല ഞാൻ ആൻസർ പറഞ്ഞത്, അത് എൻ്റെ മാതാവ് എൻ്റെ ഉള്ളിൽ വന്നു. എനിക്കറിയില്ല, എല്ലാ ക്വസ്റ്റ്യനും ഞാൻ കറക്റ്റായിട്ടാണ് ഞാൻ ആൻസർ പറഞ്ഞത്. ആ നിമിഷം റീന മാഡം എന്ന് പറഞ്ഞ മാഡം എന്നോട് പറഞ്ഞു, യു ഡിഡ് വെരി ഗുഡ്, ദാറ്റ് ഈസ് ടു ഡു യു ഗോ അണ്ടിൽ യുവർ വർക്ക് യു ഡു കറക്റ്റ് ഇൻ വേ, ദാറ്റ് ഈസ് യുവർ ട്രൂത്ത്, യു ക്യാൻ ബിലീവ്, യു ക്യാൻ ഗോ. അപ്പം ഞാൻ പറഞ്ഞു, താങ്ക് യു മാഡം. ഞാൻ കരഞ്ഞവരുടെ മുമ്പിൽ നിന്ന് ഞാൻ എങ്ങനെ എനിക്ക് നന്ദി പറയണമെന്ന് അറിയാൻ വയ്യ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ എന്നാണോ ഞാൻ മുംബൈയിൽ നിന്ന് ഇവിടെ വരുന്നത് ആ നിമിഷം ഞാൻ പിറ്റേന്ന് തന്നെ ഞാൻ ഇവിടെ വരും എന്ന് പറഞ്ഞ് ആ വാക്ക് ഞാൻ പാലിച്ച് ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് എൻ്റെ റൂമിൻ്റെ തൊട്ട് അപ്പുറത്തെ റൂമിലൊരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ ദുഃഖങ്ങളൊക്കെ ഞങ്ങളോട് എല്ലാവരും പറയുമായിരുന്നു. അപ്പോൾ ആ നിമിഷം ഞാൻ ആ ചേട്ടൻ്റെ പേര് ഞാൻ പറയാം, മുഹമ്മദ് എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇച്ചാൻ ആ ചേട്ടനോട് പറ, ഈ ഉപ്പ് എടുത്തിട്ട് ആ ചേട്ടൻ്റെ ഈ കൊടുത്തിട്ട് ഈ പത്രം കൊടുത്ത്, വിശ്വസിക്കോ ഇല്ലേ നമുക്കറിഞ്ഞ ഒരു അന്യജാതിക്കാരനാണ്. അപ്പോൾ ഇച്ചാൻ ചെന്ന് കാര്യം പറഞ്ഞു. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 9 മണിയായപ്പോൾ ആ ചേട്ടൻ എങ്ങനെ ഞങ്ങളുടെ നമ്പർ കിട്ടിയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, എൻ്റെ ഇച്ചാനെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ, നിങ്ങൾ തന്ന ആ പത്രം ഞാൻ പിന്നെ തമിഴിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞാനത് വായിച്ചു, ആ ഉപ്പുമായിട്ട് ഞാൻ ആ പാസ്പോർട്ട് കൊണ്ടുകൊടുത്ത് ഞാൻ അടുത്ത മാസം കയറിപ്പോവുക, എൻ്റെ വിസ വന്നു എന്ന്. പിന്നെ
ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ എത്രമാത്രം നമ്മുടെ കയ്യിൽ കിട്ടുന്ന കൃപാസന പത്രം നമ്മൾ വിശ്വാസത്തോടെ മറ്റുള്ളവർക്ക് കൊടുക്കുമോ, അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരിക്കും. അതിന് വലിയൊരു സാക്ഷിയാണ് ഞാൻ. ദൈവത്തിനും മാതാവിനും ഒരായിരം നന്ദി. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഈ മകൾക്ക് കിട്ടിയ അനുഗ്രഹം നോക്കിയേ, മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമാണ്. കിട്ടുമെന്നുള്ള വിശ്വാസമില്ല. അച്ഛൻ തന്നെ പറഞ്ഞെന്താണ്, ഇൻ്റർവ്യൂവിൽ നിന്നെ തോക്കുന്നതായിട്ടാണ്, നിൻ്റെ പരീക്ഷയിലൊക്കെ തോക്കുന്നതാണ്. എങ്കിലും ഈ മകൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അച്ഛൻ തിരിച്ചു വിളിച്ച്, അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് അച്ഛനെ കൊണ്ട് സംസാരിച്ചു. നീ കാശ് രൂപം കൊണ്ട്, ഉടമ്പടി കാശ് രൂപം കൊണ്ട് നീ പോവുക, പരീക്ഷാ ഹാളിൽ നീ പോവുകയാണെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകണമെങ്കിൽ നീ പാസ്സാകുമെന്ന് അച്ഛൻ ഉറപ്പിച്ച് പറയണം. പക്ഷെ അത് കൊണ്ടുപോകാനൊരു മാർഗമില്ല. പക്ഷെ ആ മകൾ കൊണ്ടുപോയ വഴിയെക്കുറിച്ച് പറയുന്നു. പക്ഷേ ഇവിടേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്ന ഇൻ്റർവ്യൂ, അത് ആ മകൾ പറയുന്ന അല്ലെന്നാണ് പറയുന്നത്. ഞാൻ പഠിച്ചതോ വിചാരിച്ചതോ ചിന്തിച്ചതോ അല്ല. അതാണ് ജെറമ്യായുടെ 33:3 പറയുന്നത്, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന് പറഞ്ഞ് ആ മകളെ ഇന്ന് ഇവിടെ സാക്ഷ്യം പറയുവാനായിട്ട് ഇവിടെ കൊണ്ടുവരിക മാത്രമല്ല, അടുത്ത റൂമിലുണ്ടായിരുന്ന ഒരു അക്രൈസ്തവനായിട്ടുള്ള മുസ്ലിമായിട്ടുള്ള ഒരിക്കലും വിശ്വസിക്കാത്ത അദ്ദേഹം തമിഴിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ പത്രം വായിച്ചു നോക്കുകയും ആ പത്രം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉപ്പും കൂടെ കൊടുത്ത് ഇവിടുത്തെ നേർച്ച വസ്തു കൂടെ കൊടുക്കുകയും ചെയ്തപ്പോൾ അതുപയോഗിച്ച് അദ്ദേഹം വിളിച്ചു പറയുകയാണ്, ഞാൻ അടുത്ത മാസം ഇതിനപ്പുറത്തേക്ക് പോകുന്നു എന്ന്. നമുക്ക് കരങ്ങൾ ഉയർത്തിയടിച്ച് നമുക്കൊന്ന് മഹത്വപ്പെടും. ശക്തമായി പോരാ ശക്തമായി ഉയർത്തിയടിച്ചെന്ന് മഹത്വപ്പെടുത്തുക. സന്തോഷമായ. അപ്പം എപ്പോഴാണ് പോകുന്നത്? എൻ്റെ ജോബ് ഓർഡർ ഈ മാസത്തിനുള്ളിൽ വരും. ഓക്കെ. അപ്പം നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ലഭിച്ചത്, ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ. ആർക്കും മനുഷ്യ ബുദ്ധിക്ക് വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങളാണ് ഓരോരുത്തരുടെയും കാര്യങ്ങൾ അമ്മ മനസ്സിലാക്കുന്നു. ആ അമ്മ വഴി ഈശോ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട്. ഇനി ഒരു അനർത്ഥവും ഇനിമേലൊരനർത്ഥവും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തുതി.